വന്നു. ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിന്റെ കുടുംബത്തിൽ വെളിപ്പെടും, നിന്റെ തലമുറകളിൽ മേൽ വെളിപ്പെടും. അസാധാരണമായ ഒരു ദൈവശക്തി നിന്റെ കുടുംബത്തിൽ വെളിപ്പെടും. നീ തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കേണ്ടി വരത്തില്ല, നിന്റെ കുടുംബ ജീവിതത്തിന് വേണ്ടി നിലവിളിക്കേണ്ടി വരത്തില്ല. ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, ദൈവവുമായിട്ട് അഗാധമായ ബന്ധമുള്ളവനാണെങ്കിൽ, ദൈവഹിതപ്രകാരം ജീവിക്കുന്നവനാണെങ്കിൽ നിന്റെ മേൽ ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യം ചലിക്കുമെന്ന് ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയുടെ ശക്തി ദാനിയേലിന് നേരെ രേഖ എഴുതിയിരുന്ന സമയത്ത് അവൻ എന്നും ചെയ്യുന്നത് പോലെ രാവിലെ ഉച്ചയ്ക്ക് രാത്രി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവന്റെ മേൽ പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടായിരുന്നു. അടലമനക ശകനകരകട സിംഹത്തിന്റെ കൂട്ടിനകത്ത് ഇട്ടപ്പോഴേ അവൻ ധൈര്യത്തോടെ ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടാ? അവൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവനായതുകൊണ്ടാ, ദൈവത്തോട് സംസാരിക്കുന്നവനായതുകൊണ്ടാ. അടലമൻ ഈ ഇടയ്ക്ക് ഒരു ദൈവദാസൻ പറയുന്നത് കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ദാനിയേലിന്റെ സിംഹത്തിന്റെ കൂട്ടിനകത്ത് ഇട്ടപ്പോൾ അവൻ ഇറങ്ങുന്നതിനനുസരിച്ച് അവൻ ഭയപ്പെട്ടല്ല ഇറങ്ങിയത്. അവനറിയാം അവന്റെ കൂടെയുള്ള ഒരു ദൈവമുണ്ട്, അവൻ 3 നേരം ദൈവസന്നിധിയിൽ ഇരിക്കുന്നവനാണെന്നുള്ള ആ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാ അവൻ സിംഹത്തിന്റെ അടുക്കലെത്തി ഇറങ്ങിപ്പോയത്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നവനാണോ നിന്റെ മുമ്പിൽ ശത്രു തോൽക്കുകയേ ഉള്ളൂ. അഠലമനക ശകന അതാ അറകടലകന ഗദര ദേശത്ത് യേശു കടന്നു വരുന്ന സമയത്ത് അറകട അവിടെ ആയിരുന്ന പിശാചുള്ളവൻ അടലകമന യേശുവെ എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന, നീ ഒരു ദേശത്ത് പോയാൽ അടലമനക ശകന, നീ ഒരു പട്ടണത്തിൽ പോയാൽ, നീ ഒരു കുടുംബത്തിൽ പോയാൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയുകയാ, ആ പിശാച് അറിയപ്പെടണം. നിന്റെ മേലുള്ള ദൈവശക്തി അവിടെ ആയിരിക്കുന്ന, അവിടെ മറഞ്ഞിരുന്ന് പോരാടുന്ന ചില ശത്രുവിന്റെ വെല്ലുവിളികൾ നീ തിരിച്ചറിയുന്നവനായിരിക്കും. അടലബഗസി കബറകടലമന അടലമനക രികബട പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ആലയത്തിലേക്ക് ഒരു കുടുംബം കടന്നു വന്നു. ഒരു പ്രിയ മാതാവ്, ഒരു അമ്മയാണ് കടന്നു വന്നത്. അടലമന 35 അവളുടെ അമ്മയുടെ വയറ്റിനകത്ത് ഈ മകളായിരുന്ന സമയം മുതൽ അവള് പ്രസവിച്ച് പുറത്തു വന്ന് ഇപ്പോൾ അവൾക്ക് 35 വയസ്സായി. വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല, മാനസിക രോഗി, പിന്നെ ഈ അരി ആഹാരം അവള് കഴിക്കത്തില്ല, എന്തെങ്കിലും കുറുക്കെന്തെങ്കിലും ഈ 35 വയസ്സായിട്ടും അവള് കഴിക്കത്തുള്ളൂ. പക്ഷെ ഇവര് എന്തോ അസുഖം എന്ന് പറഞ്ഞു പല ഡോക്ടർമാരെയും കാണിച്ചു, മാനസിക രോഗം എന്ന് പറഞ്ഞു. ഇപ്പൊ അവസാനം ഡോക്ടർ പറയുന്നു ഇവൾക്കൊരു രോഗവും ഇല്ല, ഇനി നിങ്ങൾ രോഗവും എന്ന് കൊണ്ടുവരുന്നെങ്കിൽ ഇവൾക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്ത് അവളെ നിശ്ചലമായിട്ട് കിടത്താനേ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ, അല്ല അത് വേണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പൊയ്ക്കൊള്ളുക എന്ന് ഡോക്ടർ പറയാൻ ഇട വന്നു. പല ദൈവദാസന്മാരടുത്തും പല പാസ്റ്റേഴ്സ്മാരടുത്തും പല ചർച്ചുകളിൽ ഇവർ കൊണ്ടുപോയി. കഴിഞ്ഞ നാളിൽ ഈ മാതാവ് പറഞ്ഞതാണ്, ഒരു ചർച്ചിൽ കൊണ്ടുപോയി ഈ മകള് പിശാചിളവി നിലവിളിക്കാൻ തുടങ്ങും. നിലവിളിക്കുമ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു 2 ഞായർ അവിടെ ആ ആരാധനയ്ക്ക് അവർ അവിടെ പോയി. കടന്നു പോയപ്പോൾ 3-ാമത്തെ ഞായർ ആ പാസ്റ്റർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ആരാധനയ്ക്ക് ശല്യമാകും, നിങ്ങൾ ഇനി ആരാധനയ്ക്ക് വരണ്ട, നിങ്ങളുടെ ഭവനത്തിൽ തന്നെ ഇരുന്നേക്ക് എന്ന് പറഞ്ഞു പോയി. അടലമന, നിന്റെ മേൽ ദൈവശക്തി ഉണ്ടെങ്കിൽ നീ പിശാചിന്റെ മുമ്പിൽ പേടിക്കുന്നവനല്ല. ആ പൈതലിന്മേൽ വ്യാപരിക്കുന്ന ആ പിശാചിനെ അഴിച്ചു മാറ്റാനുള്ള ഒരു അധികാരം നിനക്കുണ്ട്. അതല്ല, എനിക്കത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് പ്രയാസം വന്നു. നമ്മളെ സൗജന്യമായി വീണ്ടെടുത്ത, നമുക്ക് വേണ്ടി രക്തം കൊടുത്ത, നമുക്ക് വേണ്ടി വില കൊടുത്ത, മുൾക്കിരീടമേറ്റ, കാലുകളിൽ ആണികളേറ്റ ഒരു മനുഷ്യനുണ്ട്, ഒരു ദൈവമുണ്ട്. അവനെ പ്രതികരിച്ച് നീ ആയിരിക്കുമ്പോൾ ഒരു വ്യക്തി സങ്കടത്തോടും വേദനയോടും നിന്റെ അടുക്കൽ വരുമ്പോൾ നീ പ്രാർത്ഥിക്കുവാൻ അധികാരമുള്ളവനാ, നീ ചുമതലപ്പെട്ടവനാ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ. അടലമനക ശരകടലകന, ഇന്ന് രാത്രികാലം, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്ക. പ്രിയ മാതാവ് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ആലയത്തിലേക്ക് കടന്നു വന്നു. പ്രിയ മാതാവിന് പേടിയാ, അവൾ ആലയത്തിൽ ഇരിക്കുമ്പോൾ ഉറക്കെ നിലവിളിക്കും. ഞങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ആലയത്തിൽ കടന്നു വന്ന മകൾ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകത്തില്ലേ ഞങ്ങൾ വരുന്നത്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ആലയത്തിലോ ഞങ്ങളുടെ സഭയിലുള്ള ഒരാൾക്ക് പോലെ അത് ബുദ്ധിമുട്ടല്ല, നിങ്ങൾ എല്ലാ ഞായറാഴ്ച അവളെ കൊണ്ടുവരണം. അവൾ ആരാധിച്ച് പ്രാർത്ഥിച്ച് അവൾ വരുമ്പോൾ അവളുടെ മേൽ അസാധാരണമായ ഒരു ദൈവശക്തി ഇറങ്ങുമ്പോൾ അവൾ പിശാചിന്റെ കരങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു പകക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ 35 വർഷം നിങ്ങൾ സഹിച്ചതിന്റെ ഒരു വിടുതലായി 2026 മാറ്റുമെന്ന് ഞങ്ങൾ പറയാൻ ഇടവന്നു. പ്രിയ ദൈവമക്കളെ, ഞങ്ങൾ ആ ആഴ്ചകളിൽ 2 ദിവസം ആ ഭവനത്തിലേക്ക് കടന്നു പോകും, കടന്നു ചെന്ന് പ്രാർത്ഥിക്കും. പല ദൈവദാസന്മാരും പറഞ്ഞു, ചിലര് പറഞ്ഞു രോഗമാണ് ഇവളിൽ നിന്ന് മാറി. എന്നാൽ കഴിഞ്ഞ നാളുകൾ എളിയവരായി ഞങ്ങൾ അവിടെ കടന്നു ചെന്നപ്പോൾ പൈശാചിക മേഖല വെളിപ്പെടാൻ തുടങ്ങി. ദൈവത്തിന്റെ ആത്മാവ് പറയാൻ
പറയാൻ തുടങ്ങി, ഇവൾക്ക് ഇത് ഇപ്പോൾ വന്നതല്ല, ഇവളുടെ അമ്മയുടെ ഗർഭം മുതലായിരുന്ന അറകടലകന, ഇവളുടെ അമ്മ ഗർഭിണിയായിരുന്നപ്പോൾ അവരുടെ ഉള്ളിൽ ഭക്ഷണത്തിലൂടെ കൊടുത്ത ഒന്ന് ഇവള് പുറത്തു വരാതെ ഇരിക്കുവാൻ പൈശാചികൻ ചെയ്ത ഒരു മേഖലയാണ് ഇന്ന്. എങ്കിലും ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം ഈ പ്രിയ പൈതലിന്മേൽ ഉള്ളത് കൊണ്ട് അവൾ പുറത്തു വന്നു. ഈ 35 വർഷവും അവളെ തൊടാതെ വണ്ണം എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിനായി അവളെ സൂക്ഷിച്ചു. അടലമനക രകപട, 1-2 പൈശാചിക മേഖലയിൽ അവളിലുള്ളത്, അവളുടെ മേലുള്ളത് പൈശാചിക മേഖല. ഓരോ ദിവസം ഞങ്ങൾ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് അവളിൽ വെളിപ്പെട്ടു വരും. അത് അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയ മക്കളെ, ഇവൾ ഒരിക്കലും അരിയാഹാരോ മീനോ മത്സ്യമോ മുട്ടയോ ഇതൊന്നും കഴിക്കത്തില്ല. ഞങ്ങൾ ചൊവ്വാഴ്ച പകൽക്കാലം ചെന്നിരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്നലത്തെ പകൽക്കാലം അമ്മ വിളിക്കണം, സിസ്റ്റേ, വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മോൾ ആഹാരം കഴിക്കാതെ ഇരുന്നത്, ഇന്നലത്തെ പകൽക്കാലം അവള് ചോറും മീനും കൂട്ടി ആഹാരം കഴിക്കുവാൻ എന്റെ ദൈവം കൃപ ഒരുക്കിയെന്ന്. അടലമനക ശകനക രികട, നീ ഒരിടത്ത് ചെല്ലുമ്പോൾ ശത്രു അഴിയപ്പെടണം. ആ കുടുംബത്തിൽ നിന്ന് അവര് പുറത്തു വരണം. അല്ലാതെ നീ ഒതുങ്ങിയിരിക്കേണ്ടവനല്ല. നിന്റെ മേലുള്ള അധികാരം പുറത്തു വരുന്ന ഒരു ദൈവശക്തിക്കായി ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം. 15 വർഷമായി, 25 വർഷമായി, 30 വർഷമായി ഞാൻ ദൈവസന്നിധിയിലായി. നേരത്തെ ദൈവദാസൻ പറഞ്ഞോളൂ, ഞാൻ ബെന്തക്കോസ്തന്റെ അനുഭവത്തിലാണ്. ഇന്നും മറ്റുള്ളവനെ കുറിച്ച് നുണ പറയുന്നവനാണോ? ഇന്നും മറ്റുള്ളവന്റെ കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവനാണോ? ഇന്ന് നീ ദൈവസന്നിധിയിൽ റൂം മാറ്റിയിരുന്ന് ഇന്ന് ഒരു സഹോദരി പ്രാർത്ഥിക്കുന്നുണ്ട്. കുടുംബ പ്രാർത്ഥനയെക്കാളും ഞാൻ പറയുന്ന വ്യക്തിപരമായിട്ട് നീ ദൈവവുമായിട്ട് ഒരു ബന്ധം വേണം. നീ എന്തു പറഞ്ഞാലും അവൻ അനുസരിക്കത്തക്ക നിലവാരത്തിൽ. കാരണം ഞാൻ പറയും, ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ഇറങ്ങുന്നതിന് മുമ്പേ സിംഹത്തിന്റെ വായടച്ച ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. അത് നീ മറന്നു പോകല്ലേ. എന്തെന്നറിയാമോ? ദാനിയേലിനെതിരെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വന്നപ്പോഴും അവൻ ഭയപ്പെട്ടില്ലെന്ന്. അവന്റെ മേലുണ്ടായിരുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയിൽ അവൻ മുൻപോട്ട് പോകാൻ ഇടവന്നെന്ന്. അടലമനക ശകന, അതുകൊണ്ടാ അവന്റെ മേൽ ഒരു അസാധാരണമായ ദൈവശക്തി ഇറങ്ങിച്ചലിച്ച് അവൻ സന്തോഷത്തോടെയും ആ ഗുഹയ്ക്കകത്ത് കയറാൻ പോയത്. അടലമനക ശകന രഗട, രേഖ എഴുതിയവൻ മാറിപ്പോയി, പക്ഷെ അവന്റെ പ്രാർത്ഥനയുടെ ശക്തി, രേഖ എഴുതിയവന്റെ മേൽ ശക്തി ചലിച്ചെന്ന് ആ രേഖ തിരുത്തി കുറിക്കാൻ ഇടവന്നു. അടലമനക ശകന, ഇന്ന് രാത്രികാലം, ഇന്ന് പകൽക്കാലം അങ്ങനെ ആയിരിക്കണം. പ്രാർത്ഥിക്കുന്നവരാകണം, വ്യക്തിപരമായി പ്രാർത്ഥിക്കണം, ദൈവത്തോട് കൂടെ നടക്കുന്നവരാകണം. നിങ്ങൾ ഈ ടീമിന്റെ പേര് തന്നെ എനിക്ക് ഇഷ്ടമാ, ദിനവും യേശുവിന്റെ കൂടെ. അടലമന കരകട, ഞാൻ ചോദിക്കുക, ദിനവും യേശുവിന്റെ കൂടെയാ. പ്രിയ മക്കളെ, 2025 ഞങ്ങൾ ആലയത്തിലേക്ക് ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഞങ്ങൾ രാവിലെ പോയ ഉച്ചയ്ക്കാകുമ്പോഴേ ഞങ്ങൾ ഇന്ന് മടങ്ങി വരത്തിലുള്ളൂ. പക്ഷെ 2026 ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു, രാവിലെ പോയിട്ട്. കാരണം ഒരു ദൈവദാസൻ എന്ന് പറയുന്നത് അദ്ദേഹം ജോലിക്ക് പോകും മുമ്പേ ഏകദേശം രാവിലെ 8 മണിക്ക് പോയാൽ 5-6 മണിയാകുമ്പോൾ ജോലി കഴിഞ്ഞ് മടങ്ങി വരും. ഏകദേശം 8 മണിക്കൂർ നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ ആ 8 മണിക്കൂർ നീ ദൈവത്തിന് വേണ്ടി കൊടുക്കണം, ദൈവവേലയുടെ ഭാഗത്തായിരിക്കണം. ഒരു സാമാന്യം ഒരു കോൺട്രാക്ട് പണിക്ക് പോകുന്നവൻ ആ 8 മണിക്കൂറും ആ കോൺട്രാക്ടറിന്റെ കീഴിൽ നിന്ന് പണി ചെയ്യുന്നുവെങ്കിൽ നിന്നെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ച ഒരുത്തൻ സ്വർഗത്തിലുണ്ട്. അവന് വേണ്ടി നീ ചെയ്യേണ്ട ജോലി നീ ചെയ്തിരിക്കണം. ജീസസ് അറകടലകമന. ദൈവമക്കളെ, ഞങ്ങൾ അങ്ങനെ പോകുന്നതിന്റെ ഫലം ആലയത്തിനകത്ത് ആ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. കുടുംബങ്ങൾ വിടുവിക്കപ്പെടണമെന്ന് പിശാച് അലറി ഓടുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നത്, പ്രാർത്ഥനയ്ക്കൊരു ശക്തിയുണ്ട്. ജീസസ് അടലമന, ഞാൻ ഇതല്ല നിങ്ങളോട് പ്രസംഗിക്കാൻ വന്നത്. പക്ഷേ പ്രിയ അഭിഷക്തൻ പറഞ്ഞതിൽ നിന്ന് ഞാൻ തുടങ്ങിയത്, പ്രാർത്ഥിച്ചാൽ നിന്റെ മേൽ ഒരു ദൈവശക്തി അയക്കും. പ്രാർത്ഥനയ്ക്ക് നീ ദൈവത്തോട് കൂടെ ഇരിക്കണം, ദൈവത്തോട് സംസാരിക്കണം, അവനുമായി ആഴമായ ഒരു ബന്ധം ഉണ്ടാകണം. അടലമനക ശകനക രഘവട അലകമസേ അടലമനക രഘവട ഭൗഷക രഘട അടലമന. ഞാൻ ഇന്ന് പകൽക്കാലം അത് മനുഷ്യർ നിന്നെ നോക്കുമ്പോഴോ ഇവൾ ഇങ്ങനെയുള്ളവരല്ലേ, അവൻ അങ്ങനെയുള്ളവനല്ലേ എന്ന്. പക്ഷെ ദൈവം പറയും ഇല്ല. അടല, അതാ പൗലൂസിനെ നോക്കി അനന്യാസിനോട് പറഞ്ഞു, നീ പൗലൂസിന്റെ അടുക്കൽ ചെല്ല്, അവൻ കാഴ്ചയുള്ളവനായി, നീ പ്രാർത്ഥിച്ച അവൻ കാഴ്ചയുള്ളവനായി മടങ്ങി വരും. അപ്പോൾ അനന്യാസ് പറയുകയാണ്, അവൻ സഭയെ ഉപദ്രവിച്ചു
ാ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയവനാ. അവനെ എന്തിനാ കാഴ്ച കൊടുക്കുന്നത്? അവൻ ഇങ്ങനെ ആയി പോയാലോ. അപ്പോൾ എന്റെ ദൈവം പറയുന്നത് ഒരു സെന്റൻസ് ഉണ്ട്, അതെനിക്ക് വളരെ, അവൻ എനിക്ക് വേണ്ടി ജോലി ചെയ്യാവുന്നതാ. അനേകരെ ദൈവത്തിന്റെ ദൈവഭാഗത്തേക്ക് എത്തിക്കേണ്ടവനാ. നീ ചെല്ലുക, അവന് കാഴ്ചയെ കൊടുക്കുക എന്ന അനന്യാസിനോട് പറഞ്ഞത്. നീ വേറെ സംസാരമൊന്നും എനിക്ക് വേണ്ട, നീ ചെന്ന് പൗലൂസിന് കാഴ്ച അല്ലെങ്കിൽ ശൗലിന് കാഴ്ചയെ കൊടുക്കുക. അവൻ കാഴ്ച പ്രാപിച്ച് പുറത്തു വന്നാൽ അനേകരെ ദൈവസന്നിധിയിൽ കയറ്റണം. എന്റെ നാമത്തിന് വേണ്ടി അവൻ നിൽക്കണം. അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞത് നീ ചെയ്താൽ മതി. ജീസസ് അനന്യാസിനോട് പറഞ്ഞതിന്റെ ആശയമാ അത്. ഞാൻ നിന്നോട് പറഞ്ഞത് നീ അവന് കാഴ്ചയെ കൊടുക്കുക. കാഴ്ചയെ കൊടുത്ത് അവൻ കാഴ്ച പ്രാപിച്ച്. പക്ഷെ അതിന്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് അനേകര ദൈവ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയത്തക്ക നിലവാരത്തിൽ അവിടെ വചനം എഴുതി വെച്ചിട്ടുണ്ട്. നിനക്കും എനിക്കും മേൽക്കുമേൽ ശക്തിയുണ്ടോ? ദൈവസന്നിധിയിലാണോ? ദൈവത്തോട് കൂടെയാണോ? ദൈവത്തോട് സംസാരിക്കുന്നവനാണോ? പ്രാർത്ഥിക്കുന്നവനാണോ? അതോ എല്ലാ ദിവസവും ഒരു സൂം മീറ്റിംഗിൽ കൂടാം? ആ റഗട കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറയുന്നു, ആ സഹോദരിക്ക് ഒരു ചർച്ചില്ല. പുള്ളിക്കാരൻ പക്ഷവാതം ആയി ശരീരം മുഴുവൻ ഇങ്ങനെ തളർന്ന് കട്ടിൽ കിടക്കുകയാണ്. എല്ലാം ഒന്ന് ചൊറിയണമെങ്കിൽ പോലും പ്രിയ സഹോദരി ചൊറിഞ്ഞു കൊടുക്കണം. ആ ഒരു അവസ്ഥയിൽ പുള്ളിക്കാരൻ കിടക്കുകയാണ്. ഇതുപോലെ ഒരു സൂം മീറ്റിംഗില് പ്രിയ സഹോദരി എന്നെ വിളിച്ചതാണ്, നമ്പർ എടുത്തു. വിളിച്ചിട്ട് സിസ്റ്റർ, എനിക്ക് എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്, ഇതാണ് സ്ഥിതി എന്നെല്ലാം പറഞ്ഞു. അപ്പോഴേ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ചർച്ച് പരിചയപ്പെടുത്തി തരാം. ആ ചർച്ചിലോട്ട്, പുള്ളിക്കാരിയുടെ വീട്ടിനടുത്താണ് ആ ചർച്ച്, ആ ചർച്ചിലോട്ട് പുള്ളിക്കാരി പോകണം. അപ്പോഴെന്നോട് ചോദിച്ചത്, ആ ദൈവദാസ് എനിക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുമോ? എന്റെ തലമുറകളൊക്കെ, 2 ആൺപിള്ളേരാണ്, തലമുറകളൊക്കെ ഒന്ന് കൈക്ക് പിടിക്കുമോ? എനിക്ക് വേണ്ടി മധ്യസ്ഥ. അപ്പോഴും ഞാൻ പറഞ്ഞു, സിസ്റ്റേ, എല്ലാ ദൈവദാസന്മാരും നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുക ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു വാക്ക്, നീ ദൈവത്തിന് വേണ്ടി ദിവസവും ദൈവസന്നിധിയിൽ മാറ്റിയിരുന്ന് പ്രാർത്ഥിക്കാൻ എത്ര പാസ്റ്റർമാര് പ്രാർത്ഥിച്ചാലും എത്ര വിടുതല് കിട്ടുമെന്ന് പറഞ്ഞാലും, പക്ഷെ നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന വിഷയത്തിന് മറ്റുള്ളവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നീ മിണ്ടാതിരുന്ന് നീ നിന്റെ ജോലികൾക്ക് പോകുമ്പോഴല്ലോ അത് വിടുതലേൽക്കണമെങ്കിൽ നീ കൂടെ പ്രാർത്ഥിക്കണം. നീ കൂടെ റൂം അടച്ചിരുന്ന്, ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിനക്ക് 15 മിനിറ്റാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നതെങ്കിൽ ആ 15 മിനിറ്റ് നീ ദൈവകരങ്ങളിൽ കൊടുക്കണം. അല്ലെങ്കിൽ 1 മണിക്കൂറാണ് ദൈവസന്നിധി നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നതെങ്കിൽ ആ 1 മണിക്കൂർ നീ ദൈവസന്നിധിയിൽ കൊടുക്കണം. അല്ലാതെ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന് ഒരു പാസ്റ്ററിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇരിക്കേണ്ടതല്ല. നിന്നെ ദൈവരാജ്യത്തിലേക്ക് തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന ഒരുത്തനുണ്ട്. അവന്റെ മുഖത്തിൽ നോക്കി പ്രാർത്ഥിക്കുവാൻ നിനക്ക് വേണ്ടി അവൻ സമയം 24 മണിക്കൂറും തന്നിരിക്കുമ്പോൾ നിനക്ക് സമയമില്ലെന്ന് പറയുവാൻ അറകടല നിന്റെ നാവിൽ അറകടലകം പറയാൻ നിനക്ക് പറ്റത്തില്ല. ഞാൻ ഉറപ്പ് പറയാം, 24 മണിക്കൂർ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അറകട ദശാംശം എന്ന് പറയുന്ന 2.25 മണിക്കൂർ നീ ദൈവത്തിന് കൊടുത്തിരിക്കണമെന്ന്. ജീസസ്, ഞാൻ ആദ്യ സമയങ്ങളിൽ വരുന്നവരോട് പറയും, നിങ്ങൾക്ക് ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു 15 മിനിറ്റ്. കഴിഞ്ഞ നാളിൽ ഞാനും പാസ്റ്ററുമായിട്ട് ഒരു ഭവനത്തിലേക്ക് കടന്നുപോയി. പുള്ളിക്കാരി മാത്രമാണ് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടതും മകനും സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടു. പക്ഷേ ഈ സഹോദരൻ കത്തോലിക്ക, ഈ കുഞ്ഞും കത്തോലിക്ക, സഹോദരൻ കത്തോലിക്ക വിട്ട് വരത്തില്ല. പക്ഷെ ഞങ്ങളൊക്കെ പോയി സ്വീകരിക്കാനും സ്നേഹവും അതെല്ലാം അങ്ങാണ്. പക്ഷെ ഞങ്ങൾ ഒരു ദിവസം ചെന്നപ്പോൾ ആ ഭവനത്തിൽ ഒരു അന്തരീക്ഷമില്ല. ഞാൻ പ്രിയ സഹോദരിയോട് കേട്ടോ, നിങ്ങളിപ്പോ പ്രാർത്ഥിക്കുന്നുണ്ടോ? 2 ആഴ്ചയായി സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഒരു അവസ്ഥ ഈ ഭവനത്തിനകത്ത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴെന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ആ സഹോദരനോട് പറഞ്ഞു, നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം. നിങ്ങൾ 15 മിനിറ്റ് വെച്ച്, നിങ്ങൾ 4 പേരുണ്ട്, 4 പേര് 15 മിനിറ്റ് വെച്ച് ഒരു ദിവസം 1 മണിക്കൂർ ദൈവത്തിന് വേണ്ടി കൊടുത്തു നോക്ക്. 30 ദിവസം നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. 31ാം ദിവസം നിങ്ങൾ ഒരു വിടുതലും കണ്ടില്ലെങ്കിൽ എന്നെ വിളിക്കുക, ഞാൻ അതിനുള്ള മറുപടി പറയാം. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 30 ദിവസവും ഈ 15 മിനിറ്റ് വെച്ച് 4 പേരും 1 മണിക്കൂർ ദൈവസന്നിധിയിൽ കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തിരിക്കുമെന്ന് ദൈവദാസൻ അത്ഭുതത്തോടെ പറയുന്ന ഇടവന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഒരു സമയം ദൈവത്തിന് വേണ്ടി മാറ്റിയിരുന്ന് പ്രാർത്ഥിച്ചാലേ നീ ഹോസ്പിറ്റലിൽ പോകാൻ ദൈവം ഇടവരത്തില്ല. നിന്റെ തലമുറകളെ ശത്രു തൊടുവാൻ ഇടവരത്തില്ല. നിന്റെ കുടുംബ ജീവിതം
ജീവിതത്തിലെ ശത്രു തൊടുവാൻ ഇടവരത്തില്ല. നീ ദൈവത്തിനാണോ സമയം കൊടുക്കുന്നെന്ന് അവന് ഉറപ്പായിട്ട് അറിയാം. ജീസസ് അറകടലകമസി. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കുക. ദിനവും ഒരു സൂം മീറ്റിംഗ് കൂടാം എന്ന് വിചാരിച്ചു വരരുത്. അറകട ഇതെനിക്കൊരു അനുഗ്രഹമാകണം, ഈ വചനം എനിക്കൊരു അനുഗ്രഹമാകണം. ഈ 2026 ഈ ഫെബ്രുവരി 12-ാം തീയതി ഒരു തീരുമാനം എടുത്തു പോകണം. ഞാൻ ഇന്നു മുതൽ എന്റെ ദൈവത്തിന് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്, ഞാൻ പറയും നിങ്ങൾ 10-15 മിനിറ്റ് കൊടുക്കേണ്ടവരല്ല. നിങ്ങൾ 2.25 മണിക്കൂർ ഒരു ദിവസം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു നോക്ക. അടലമനകശ, നിന്റെ കുടുംബത്തിൽ വ്യത്യാസം സംഭവിക്കുന്നു എന്ന് ഞാൻ ഉറപ്പായിട്ട് പറയാം. നിന്റെ തലമുറകൾ വിടിവിക്കപ്പെടുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ നിനക്ക് പറ്റും. കടബാധ്യതയാണോ, നീ ഒന്ന് സമയം മാറ്റിയിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നിരിക്കും. അതുകൊണ്ട് ആ സെക്കരിയാവിനോട് പറഞ്ഞത്, ആ വാർദ്ധക്യത്തിയ സമയത്തിലും സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ എന്ന് പറയത്തക്ക നിലവാരത്ത് അടലമന ദൈവം ഒരു അത്ഭുതം ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി അത് ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. റഗടല, എന്റെ മുമ്പിൽ സമയം വളരെ ഇല്ല, എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ തന്ന ഒരു ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അതിന്റെ ചുരുക്കമെല്ലാം ഞാൻ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കലും ആശ്ചര്യപ്പെട്ടു. അടുത്തതാണ്, അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണിക്കാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. ഇവരില് എന്താണ്, ഇവര് പത്രോസിന്റെ യോഹന്നാന്റെ ധൈര്യം കണ്ടു. ഒന്നാമത് കണ്ടു, അവരുടെ ധൈര്യം കണ്ടു. മൂന്നാമത് ഇവര് പറയണ, ഇവർക്ക് പഠിപ്പില്ലായിരുന്നിട്ടും ഇവരുടെ മേൽ ഒരു ദൈവിക ജ്ഞാനം വരുന്നുണ്ട്. അടുത്ത് ഇവര് സാമാന്യരായ മനുഷ്യരായി. നിങ്ങൾക്കറിയാം, പത്രോസിനെ കുറിച്ച് അറിയാം, സാമാന്യനായ ഒരു മനുഷ്യനാണ് എന്ന് ഗ്രഹിക്കാലും എന്നിവർ ചിന്തിച്ചിട്ട് ആശ്ചര്യപ്പെട്ടിട്ട് പറയണ, അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും പറഞ്ഞു. നമ്മളെ ഓരോരുത്തരെയും കണ്ടു പറയണം, ഇവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ. നമ്മുടെ മേലുള്ള ധൈര്യത്തെ കണ്ടു പറയണം, നമ്മളോട് മേലുള്ള ജ്ഞാനത്തെ കണ്ടു പറയണം. നമ്മൾ സാമാന്യ മനുഷ്യരായിരിക്കും, പക്ഷെ നമ്മുടെ മേൽ ഒരു ദൈവശക്തി ചലിക്കുമ്പോഴോ നമ്മൾ അസാധാരണമായ മനുഷ്യരാക്കി നമ്മളെ മാറ്റും. ഒരു സൂപ്പർ നാച്ചുറൽ അനോയിന്റിങ് നമ്മുടെ മേൽ ചലിച്ചാലുണ്ടല്ലോ, അഭിഷേകം ചിലതിനെ തിരിക്കുമെന്ന് പറയുന്നത് പോലെ നിന്റെ മേലുള്ള അഭിഷേകം ചിലതിനെ തിരിക്കും, ചിലതിനെ പുറത്തു കൊണ്ടുവരുമെന്ന് അടലമനക ശകനകനകരാട. ലൂക്കോസ് 5-ാം അധ്യായത്തിൽ നമുക്ക് പത്രോസിനെ ഒന്ന് കുറിച്ച് പഠിക്കാം. അടലമനക ശകനകരകട. അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവന്റെ കരത്തിൽ ഒന്നുമില്ലാതെ അവൻ ആയിരിക്കുമ്പോഴാ യേശു അവന്റെ പടകിൽ ഒന്ന് കയറുന്നത്. അടല, നിങ്ങളൊന്ന് ചിന്തിച്ച്, ഏതോ ഘട്ടങ്ങളിൽ ഒന്നുമില്ലാതെ ആയിരുന്നപ്പോൾ അറകട ലഘമനക, ചിലപ്പോൾ നിന്റെ തലമുറയുടെ രോഗം മൂലമായിരിക്കും ദൈവം നിന്നെ വേണ്ടെടുത്തത്. ചിലപ്പോൾ നിന്റെ കടബാധ്യത മൂലമായിരിക്കും ദൈവം നിന്റെ പടകിൽ കയറുന്നത്. ചിലപ്പോൾ നിന്റെ കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ദൈവം നിന്റെ കൂടെ അവൻ നിന്റെ പടകിൽ കയറുന്നത്. അതുപോലൊരവസ്ഥയില പത്രോസിന്റെ പടകിൽ യേശു കയറിയത്. പക്ഷേ അവൻ തകർന്നിരിക്കുന്നവനാ. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവന് ഒന്നും കിട്ടിയില്ല. ഇനി എന്ത് ചെയ്യും എന്നുള്ള ചിന്തയിൽ ഇരിക്കുമ്പോഴാ അവന്റെ പടകിലേക്ക് യേശു കടക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നീ എന്ത് ചെയ്യുമെന്ന് ചിന്തയിലാണോ ഈ സൂം മീറ്റിംഗിനകത്ത് ഇരിക്കുന്നത്? എന്നാൽ ഇന്ന് പകൽക്കാലം നിന്റെ പടകിൽ യേശു കയറാൻ പോകുക. അറകടലങ്ങന, നീ എത്ര അധ്വാനിച്ചിട്ടും അത് നിന്റെ കരത്തിൽ നിൽക്കുന്നില്ലേ? നീ എത്ര പ്രാർത്ഥിച്ചിട്ടും നിന്റെ തലമുറ വിടുവിക്കപ്പെടുന്നില്ലേ? നീ എത്ര പ്രാർത്ഥിച്ചിട്ടും കടബാധ്യത മാറുന്നില്ലേ? എന്നാൽ നിന്റെ പടകിലേക്ക് ഇന്ന് പകൽക്കാലം യേശുവിനെ ഒന്ന് ക്ഷണിക്കുക. നിന്റെ പടകിലേക്ക് നീ ഒന്ന് യേശുവിനെ കൊണ്ടുവന്നാൽ നിന്റെ മേൽ അത്ഭുതം സംഭവിക്കും. അടലമനക ശകരകടലകമന. അവൻ പറയണ, നാഥ, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അടലകമനക ഒന്നും ഇതുവരെ കിട്ടില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാൻ. അവന്റെ വാക്കിന് അവൻ വലയിറക്കിയതിന്റെ ഫലമായി പെരുത്ത മീൻകൂട്ടം കിട്ടിയെന്ന വചനം പറയുന്നത്. റഗടലകസി കരകടലകന. ലൂക്കോസ് 5-ാമത്തെ അതിന്റെ 8-ാം വാക്യത്തിൽ ഒരു വാക്യം പറയുന്നു, ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അടലമന, അവൻ പറയണ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, അവൻ
അവൻ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പ എന്റെ അടുത്ത് നിൽക്കുവാൻ പോലും നീ നിൽക്കുവാൻ പോലും എനിക്ക് യോഗ്യതയല്ല. പലരും പറയുന്നു എന്റെ മേൽ പല കുറ്റങ്ങളുണ്ട്, നീ ഒരു പാപിയാണ്, നീ കുറവുള്ളവനാണ് എന്ന് നിന്നെ നോക്കി പലരും പറയുമ്പോൾ ഇവൻ അങ്ങോട്ട് ദൈവത്തോട് പറയണ, അപ്പൊ ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, നീ എന്നെ വിട്ടു പോകണമെന്ന് അവനവിടെ പശ്ചാത്തപിക്കാൻ തുടങ്ങി. അതുവരെ ദൈവത്തിൽ അവന് വളരെയധികം വിശ്വാസമില്ലായിരുന്നു. എന്നാൽ അവന്റെ പടകിലേക്ക് യേശു കടന്നു വന്നപ്പോൾ അവന്റെ പടകിനെ മാറ്റി വിരിച്ച ഒരു ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ശക്തിയോട് പറയുന്നത്. അടലമനക ശകന അവനെ ലൂക്കോസ് 5:10 ലാസ്റ്റ് വാക്യത്തിൽ ഇങ്ങനെ യേശു ശീമോനോട് ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാക്കും എന്ന് പറഞ്ഞതാ. അടലകൻ അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യന്റെ മുൻപിൽ അരകടലകനകസേക്ക് വെള്ളിയും പൊന്നും എനിക്കില്ല, നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റു നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ ക്ഷണത്തിൽ നടന്നും തുള്ളിയും എഴുന്നേറ്റുവെങ്കിൽ അടലമനക ശകന അവന്റെ മേൽ അന്ന് അവന്റെ പടകിൽ കയറിയ ഒരു ദൈവശക്തിയുണ്ട്, അവന്റെ പടകിൽ കയറിയ ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യമാ അവനെ ശക്തിയോടെ അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ നിർത്തിയത്. അത് കണ്ടിട്ട് 4-ാം അധ്യായത്തിൽ പലരും അടലമന അമ്മയുടെ ഗർഭം മുതൽ ഇവ മുടന്തനായ ഇവ എങ്ങനെ നടന്നു എന്ന് പലരും ചോദിച്ച് എത്തിയപ്പോഴാ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 13-ാം അധ്യായത്തിൽ പറയുന്നത്, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുക, ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരും എന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് പറഞ്ഞു. യേശുവിനോട് കൂടെ ആയിരുന്നവരുടെ പ്രത്യേകതകൾ കണ്ടോ? അവരിൽ ധൈര്യം വെളിപ്പെട്ടു. അവര് പഠിപ്പില്ലാത്തവരാണെങ്കിലും ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെട്ടു. അവര് സാമാന്യ മനുഷ്യരാണെങ്കിലും അവരുടെ മേൽ അസാധാരണമായ ഒരു ദൈവശക്തി വെളിപ്പെട്ടെന്ന് അടലമന. അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞത് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റു നടക്ക എന്ന് പറഞ്ഞുടൻ എഴുന്നേറ്റു നടന്നത് എന്തെന്നറിയാമോ? ഒരു ദൈവത്തിന്റെ ശക്തിയാ. അവർ യേശുവിനോട് കൂടെ നടന്നത്. ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കണം, എനിക്ക് കിട്ടുന്ന സമയം ഞാൻ യേശുവിനോട് കൂടെ നടക്കും. അടലമനക ശകന നിന്റെ ഭാര്യയെക്കാൾ, നിന്റെ ഭർത്താവിനേക്കാൾ, നിന്റെ തലമുറകളെക്കാൾ, മറ്റെന്തിനേക്കാളും ജീവനേക്കാൾ അധികമായി നീ യേശുവിനോട് കൂടെ നടന്നുവാൻ നിന്റെ മേൽ ഒരു അസാധാരണമായ ധൈര്യം വെളിപ്പെടാം. അടലമനക ശകരകടലകമന. പ്രിയ ദൈവമക്കളെ, ഞാൻ ഇത് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട ദൈവത്തെ അറിഞ്ഞ സമയത്തൊന്നും എനിക്ക് ആരോടും സുവിശേഷം പറയാനോ എന്തെങ്കിലും ചെയ്യാനോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ഒരു അസാധാരണമായ ശക്തി എന്റെ മേൽ വന്നതിൽ പിന്നെ എനിക്ക് ആരോടെയും ദൈവരാജ്യത്തെ കുറിച്ച് പറയാനോ സുവിശേഷം ഏത് വീട്ടിൽ പോയാലും ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ കുറിച്ച് പറയുവാൻ, അടലകൻ ഇങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് പറയുവാൻ, നിനക്ക് വേണ്ടി രക്തത്തെ കൊടുത്ത ഒരു ദൈവമുണ്ടെന്ന് പറയുവാൻ ദൈവം അസാധാരണമായ ഒരു ധൈര്യം തന്ന് ഇന്ന് പകൽക്കാലം ഈ നിമിഷം വരെ ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പ്രിയ ദൈവമക്കളെ, നീ യേശുവിനോട് കൂടെ ആയിരിക്കുന്നവനാണോ? എനിക്ക് അതാ ചോദിക്കാനുള്ളത്. നീ യേശുവിനോട് കൂടെയാണോ? അതോ വെറുതെ നമ്മൾ ദിനവും യേശുവിന്റെ കൂടെ എന്ന് എഴുതി വെക്കുന്നതാണോ? ആ പദം കൊണ്ട് എന്തെങ്കിലും അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഈ 2025 അവസാനം മതി 2026 ഫെബ്രുവരി 12-ാം തീയതി വരെയും ഞാൻ യേശുവിനോട് കൂടെയല്ലായിരുന്നു. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു തീരുമാനമെടുക്കുന്നു. ഇന്നു മുതൽ ഞാൻ യേശുവിനോട് കൂടെ. നീ യേശുവിന് വേണ്ടി കൊടുക്കുന്ന സമയത്ത് ആര് നിന്റെ അടുക്കൽ വന്നാലും ഈ സമയം ഞാൻ എന്റെ യേശുവിന് കൊടുക്കേണ്ട സമയമാണ്. നീ പറയണം, ഒരു ഫോൺ കോൾ വന്നാലും നീ സംസാരിക്കണം, എനിക്കിപ്പോ സംസാരിക്കാൻ നേരമില്ല, ഈ സമയം എന്റെ യേശുവിന്റെ അടുക്കൽ ഇരിക്കേണ്ട സമയമാണ്, ഈ സമയം ഞാൻ വൃഥാവാക്കി കളയത്തില്ല. ജീസസ് അടലമനക ശകനക. യേശുവിനോട് കൂടെ നടന്നാൽ, ദൈവത്തിനോട് കൂടെ നടന്നാൽ എന്തെല്ലാം ലഭിക്കും അതെല്ലാം ഞാൻ ഇങ്ങനെ വെളിപ്പെടുത്തി വന്നു. എങ്കിലും ഒന്നുകൂടെ ദൈവത്തോട് കൂടെ നടന്നാൽ അവൻ നിന്നെ വെളിപ്പെടുത്തും. ജീസസ്. പ്രിയ ദൈവമക്കളെ, ഒരുപാട് ദൈവദാസന്മാരും ഒരുപാട് പേര് പറയുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് രാജ്യങ്ങളിൽ ശുശ്രൂഷിക്കാനോ, പട്ടണങ്ങളിൽ ശുശ്രൂഷിക്കാനോ, ദേശങ്ങളിൽ ശുശ്രൂഷിക്കാനോ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് പോലും എനിക്കൊരു സുവിശേഷം പറയാൻ പോലും ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരു റൂമിനകത്ത് ഒതുക്കപ്പെട്ട പോലെ ഇരിക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. എന്റെ ശുശ്രൂഷ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാ പുറത്തു വരുന്നത്? എന്നാൽ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. അവൻ നിന്നെ
വെളിപ്പെടുത്തണമെങ്കിൽ നീ ദൈവത്തോട് കൂടെ നടക്കണം, ദൈവത്തോട് നീ സംസാരിക്കണം, അവനുമായിട്ടൊരു ബന്ധം നിന്റെ മേൽ ഉണ്ടായിരിക്കണം. അടലകന ഒന്ന് രാജാക്കന്മാർ അതിന്റെ 18-ാം അധ്യായം 31 വരെയുള്ള 31 മുതലുള്ള വേദഭാഗത്ത് നിങ്ങൾക്ക് ഏലിയാവിനെ കുറിച്ച് അറിയാം. ഏലിയാവ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. അവൻ പറഞ്ഞാൽ മഴ പെയ്യും, അവൻ പറഞ്ഞാൽ മഴ പെയ്യാതെയും ഇരിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അവന്റെ പ്രാർത്ഥന എങ്ങനെയാണ് വചനത്തിൽ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം പറയുകയാണ്, അവന്റെ ദൈവം വലിയവനാണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു കാര്യം അവിടെ വന്നു തുടങ്ങി. പ്രിയ ദൈവമക്കളെ, രാജാക്കന്മാർ അതിന്റെ 18-ന്റെ 36-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്ന് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെടുമാറാകട്ടെ. അവൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ ജനം അറിയേണ്ടതിന് നീ എന്നെ വെളിപ്പെടുത്തുമാറാകണമേ എന്നാണ് അവന്റെ പ്രാർത്ഥനകൾ. കേട്ടോ, നമ്മളും ദൈവഭാഗത്തിൽ വന്നു നമ്മൾ പലരും നമ്മളെ വെളിപ്പെടുത്താനാണ് നോക്കുന്നത്. പക്ഷെ ഏലിയാ പ്രവാചകൻ പറയുന്നു, അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും യാക്കോബിന്റെയുമായ ഒരു ദൈവമുണ്ട്, അവൻ ആരെന്ന് നീ വെളിപ്പെടുത്തണം. അതുകൂടാതെ ഞാൻ നിന്റെ ദാസനാണെന്ന് കൂടെ നീ ഈ നാളുകളിൽ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ബലം. പ്രിയ ദൈവമക്കളെ, 18-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വരുന്നു, ഉടൻ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞെന്ന് അവൻ പറയുന്ന ഒറ്റ നിമിഷം ഉടനെ യഹോവയുടെ തീ ആ ഹോമയാഗത്തിനും വിറകിന്മേലും മണ്ണിന്മേൽ ഇറങ്ങി അതിനെ ദഹിപ്പിച്ചു കളഞ്ഞു, തോട്ടിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു എന്ന്. ഇത് ഞാൻ പൂർണ്ണമായി വിശദീകരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്, അതിന് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. പ്രിയ ദൈവമക്കളെ, ദഹിപ്പിച്ചു കളഞ്ഞു. അവൻ പറഞ്ഞ ഒന്ന്, ഇങ്ങനെ ഒരു ദൈവമുണ്ടെന്നും ഞാൻ നിന്റെ ദാസനായെന്നും നീ എന്നെ വെളിപ്പെടുത്തണം. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, നീ ദൈവത്തോട് കൂടെ നടന്നാൽ ദൈവം നിന്നെ വെളിപ്പെടുത്തും. അവൻ ഒറ്റ വാക്ക് പറഞ്ഞതോ ദൈവം അനുസരിച്ചുവെങ്കിൽ അവൻ ദൈവത്തോട് കൂടെ നടക്കുന്നവനാ, അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാ, അവൻ ദൈവത്തോട് സംസാരിക്കുന്നവനാ. അത് നീ മറന്നുപോകല്. ജന എല്ലാം അത് കണ്ട് കവിണ്ണു വീണു. യഹോവ തന്നെ ദൈവമെന്ന് പറഞ്ഞു, യഹോവ തന്നെ ദൈവമെന്ന് പറഞ്ഞു. ഇത് കണ്ടതും യഹോവ തീയിറക്കി ഹോമയാഗത്തിൽ വിറവിനെ മണ്ണിനെ ദഹിപ്പിച്ച് കളഞ്ഞതുവേ ജനമെല്ലാം കവിണ് വീണെന്ന് അവന്റെ ദൈവമാണ് വലിയവനെന്ന് ഏലിയാവിനെ അവിടെ വെളിപ്പെടുത്തിയെന്ന്. നിന്റെ ദൈവമാണ് വലിയവനെന്ന് ദേശങ്ങൾ, പട്ടണങ്ങൾ, രാജ്യങ്ങൾ അറിയപ്പെടണമെങ്കിൽ നീ ദൈവത്തോട് കൂടെ നടക്കുന്നവനാകണം. അതല്ല എങ്കിൽ അവൻ നിന്നെ വെളിപ്പെടുത്തും. റഷറഗട ലഗമസി കബറഗട. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. ഞാൻ ദൈവത്തോട് കൂടെ നടന്നാൽ അവ എന്നെ വെളിപ്പെടുത്തും. നീ ഒരു ഹോസ്പിറ്റലിന്റെ അകത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ നീ ഒരു ഡോക്ടറാകാം, ഒരു നേഴ്സ് ആകാം, അതിനകത്ത് നീ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തോട് കൂടെ നടക്കുന്നവനെങ്കിൽ അതിനകത്ത് ദൈവം നിന്നെ വെളിപ്പെടുത്തും. നിന്റെ ദൈവമാണ് വലിയവനെന്ന് ദൈവം ഉറപ്പായിട്ട് നിന്നെ വെളിപ്പെടുത്തിയിരിക്കണം. ഏത് സമയത്തും നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അവൻ ഒരു അവസരത്തെ ഉറപ്പായിട്ട് ഒരുക്കും. ആ സമയം നീ ദൈവത്തോട് കൂടെ ആണെങ്കിൽ അവൻ നിന്നെ വെളിപ്പെടുത്തിയിരിക്കും. നിന്റെ ശുശ്രൂഷ എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കും. നീ ആരാണെന്ന് വെളിപ്പെടുത്തിയിരിക്കും. നിനക്കെതിരെ നിൽക്കുന്നത്, ഞങ്ങളുടെ ഒരു സഹോദരൻ പറഞ്ഞു, അടകടലകസി കമന, സഹോദരനെതിരെ ആ ആരാധനയ്ക്കും മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് ആ സ്ഥാപനത്തിൽ നിന്ന് ഒരുപാട് പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാം, ദൈവം അവരുടെ വാക്കുകളെ എല്ലാം മാറ്റിക്കുറിക്കുന്ന ഒരു ദിവസം വരുമെന്ന്. എന്നാൽ ഈ പ്രിയ സഹോദരൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന നിലവാരത്തിൽ ആ സ്ഥാപനത്തിനകത്ത് ഒരു ദൈവശക്തി ഇറങ്ങി ചലിച്ചതായി ഞങ്ങൾ ഈ നാളുകളിൽ അറിഞ്ഞു. പ്രിയ ദൈവമക്കളെ, നിനക്കെതിരെ തിരിയുന്നത്, നീ ദൈവത്തോട് കൂടെ നടക്കുന്നവനാണെങ്കിൽ നിനക്കെതിരെ തിരിയുന്നതിന്റെ വായ അടയ്ക്കുവാൻ എന്റെ ദൈവം അത്ഭുതവാനാണ്. നിന്നെ വെളിപ്പെടുത്തുന്ന ദൈവം ഇന്ന് പകൽക്കാലം പറയണം.
ഞാൻ ദൈവത്തോട് കൂടെ നടന്നാൽ ദൈവം എന്നെ വെളിപ്പെടുത്തും. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ദൈവത്തോട് കൂടെ നടന്നാൽ അവൻ നിന്നെ വെളിപ്പെടുത്തിയിരിക്കും. രണ്ടാമത്തെ, ദൈവത്തോട് കൂടെ നടന്നാൽ വ്യാകുലപ്പെടത്തില്ല. ദൈവത്തോട് കൂടെ നടന്നാൽ എന്ത് ചെയ്യത്തില്ല? വ്യാകുലപ്പെടത്തില്ല. നീയും ഞാനും ഒന്നിനും എന്താ അത് തന്നില്ല, ഇത് തന്നില്ല, എനിക്ക് ആഹാരമില്ല, കടബാധ്യതയാണ്, എന്റെ കയ്യിൽ സമ്പത്തില്ല. പക്ഷെ നീ ദൈവത്തോട് കൂടെ നടന്നാൽ എല്ലാം തരുന്ന ഒരുത്തനുണ്ട്. അതിനോർത്ത് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുതെന്ന് വചനം എഴുതിയിരിക്കുന്നതാ. നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ ഇട്ടുകൊള്ളുവാൻ അവൻ എഴുതി വെച്ചിരിക്കുമ്പോൾ നീ ചുമന്നുകൊണ്ട് നടക്കേണ്ടതല്ല നിന്റെ ചിന്ത. അടലമനക ശകരകടലകന. കഴിഞ്ഞ നാളുകളിൽ അറകടലകസ ഒരു മനുഷ്യൻ, ഞാൻ ഒരു സംഭവം കേട്ടത്, ഒരു മനുഷ്യൻ, നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള കാര്യം, റോഡിൽ കൂടെ പിന്നെ ഭാരമെല്ലാം ചുമന്നുകൊണ്ട്, വിറക് കെട്ട് തലയിൽ ചുമന്നുകൊണ്ട് റോഡിൽ കൂടെ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു കാളവണ്ടി അതിലെ പോകുന്നു. ആ കാളവണ്ടി ഓട്ടിക്കുന്ന മനുഷ്യൻ, അയ്യോ അദ്ദേഹം ഈ വിറക് ചുമന്നുകൊണ്ടല്ലേ, ഇതിലേക്ക് കയറ്റി അദ്ദേഹം പോകേണ്ടുന്ന സ്ഥലത്ത് ഇറക്കി വിടാം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ കയറ്റി. അദ്ദേഹത്തെ ആ കാളവണ്ടിക്കകത്ത് കയറ്റി. ഇദ്ദേഹം തിരിഞ്ഞു നോക്കാൻ കാളെ ഓട്ടിച്ചോണ്ടിങ്ങനെ ഇരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇദ്ദേഹം എത്താറാകുന്ന സ്ഥലമായപ്പോൾ ഇദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ഭാരം ചുമന്നുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ ആ കാളവണ്ടിയിലകത്തിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ ഭാരമൊന്നും ഇവിടെ ഇറക്കി വെച്ചിട്ട് ഇരിക്കാൻ കരുതിയാണ് അദ്ദേഹം ആ കാളവണ്ടിയിൽ ആ മനുഷ്യനെ കയറ്റിയത്. അദ്ദേഹം ഈ ഭാരം ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും ഭാരം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കത്തില്ല. ആ ഭാരത്തെയും ചുമന്ന്, അപ്പോ എനിക്കില്ലല്ലോ, അപ്പോ എനിക്ക് ഈ രോഗമാണല്ലോ, അപ്പൊ എനിക്ക് കടബാധ്യതയാണല്ലോ, എനിക്ക് ഇന്ന ആഹാരം ഇല്ലല്ലോ, എനിക്ക് കുടുംബത്തിൽ സമാധാനമില്ലല്ലോ, ഇങ്ങനെ പറയുന്ന നേരം നീ ദൈവസന്നിധിയിൽ കയറിയിരുന്ന, അപ്പ ഈ സമയം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണം. എന്റെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപത്തിലാണ്, ഞാൻ പ്രതികൂലത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാൻ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നീയാണ് ദൈവമെന്ന് തെളിയിക്കത്തക്ക നിലവാരത്തിൽ, എന്നെ വെളിപ്പെടുത്തുന്ന നിലവാരത്തിൽ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് നിന്റെ ആവശ്യങ്ങൾ നീ ദൈവത്തോട് മാത്രം പറഞ്ഞാൽ, മനുഷ്യരോട് പറഞ്ഞാൽ, ഞാൻ പറയാം, പല അനുഭവത്തിലൂടെ കടന്നുപോയോളാം ഞാൻ. മനുഷ്യരോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ അവർ കുറച്ചു നേരം കേട്ടൊന്ന് നിന്നിട്ട് മറ്റുള്ളവരോട് പറയും, ഓ അവർക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നെല്ലാം പറയും. പക്ഷേ നീ നിന്റെ റൂമിലെ കഥ കടച്ച് ദൈവത്തോട് പറ, അപ്പ എനിക്ക് ഇന്നിന്ന കാര്യങ്ങളുണ്ട്, ഞാൻ ഈ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, എനിക്ക് വേണ്ടി നീ ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് നീ ദൈവത്തോട് പറഞ്ഞാൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന, നീ വ്യാകുലപ്പെടുവാൻ അവൻ ഇടവരുത്തത്തില്ലേ. ഞാൻ അത്രയും ശക്തിയോട് പറയാം, എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന, ഒന്നിനു പോലും നീ വ്യാകുലപ്പെടുവാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ലെന്ന്. നിന്റെ ഭാരം അവന്റെ മേലെ കൊടുത്തിട്ട്, അതാണ് മർക്കോസ് 6-ാം അധ്യായത്തിന്റെ 36 മുതൽ 44 വരെയുള്ള വാക്യത്തിൽ 5 അപ്പവും 2 മീനും യേശുവിന്റെ കൂടെ പുരുഷാരങ്ങൾ നിറയെ ഉണ്ടായിരുന്നു. അവർ 2 ദിവസം 3 ദിവസം കൊണ്ട് യേശുവിന്റെ കൂടെയുണ്ട്. അപ്പോൾ യേശു പറയാണ്, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്ത് ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും അതിനെ വർദ്ധിച്ചു കൊടുത്ത ഒരു ദൈവമുണ്ട്. നിന്റെ 5 അപ്പമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് എണ്ണയായിരിക്കും, അതിനെ നീ ദൈവകരങ്ങളിൽ കൊട്. അറകടലകബസേ, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അടലമനകരീക്കറകടലകസി, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക. ദൈവത്തോട് കൂടെ നടക്കുന്നവൻ വ്യാകുലപ്പെടത്തില്ല, അവൻ ഒന്നുകൊണ്ടും വിചാരപ്പെടത്തില്ല, അവൻ ധൈര്യത്തോടെ മുൻപോട്ട് പോകുന്നവനായി മാറും. ഒന്ന് ഞാൻ പറഞ്ഞു, ദൈവത്തോട് കൂടെ നടന്നാൽ നിന്നെ അവൻ വെളിപ്പെടുത്തും. 2 ഞാൻ പറഞ്ഞു, ദൈവത്തോട് കൂടെ നടന്നാൽ നീ വ്യാകുലപ്പെടത്തില്ല. മൂന്നാമതായി പറയുന്നത്, റഗടലകന, ദൈവത്തോട് കൂടെ നടന്നാൽ ധൈര്യം വെളിപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞു, ധൈര്യം വെളിപ്പെട്ടു. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും അവര് പഠിപ്പില്ലാത്തവരും സാമാന്യരുമാണെന്ന് കണ്ടിട്ടാ ഇവർ യേശുവിനോട് കൂടെ ഇരുന്നവർ എന്ന് പറയാനിട വന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? പത്രോസിന് റഗടലക 3 പേരുടെ മുമ്പിൽ പോലും യേശുവിനെ കുറിച്ച് അവനൊന്ന് നിവർന്നു നിന്ന് അവൻ എന്റെ കൂടെ ഉള്ളവനാണെന്ന് പറയുവാൻ അവൻ കഴിഞ്ഞില്ല. പക്ഷേ അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകത്തിൽ 3000 പേരുടെ മുമ്പിൽ എഴുന്നേറ്റിൽ നിന്ന് യേശുവിനെ കുറിച്ച് പറയുവാൻ അവനെ ധൈര്യപ്പെടുത്തത് അവൻ ദൈവത്തോട് കൂടെ നടന്നത് കൊണ്ടാ, ദൈവശബ്ദം കേട്ടത് കൊണ്ടാ. അടലമനക ശകരകടലകമസി അസകരകടലമനക ശകനകരികട, അവന്റെ മേൽ ഒരു ധൈര്യം വെളിപ്പെട്ടത് അതുകൊണ്ട് അരകടലകനകസ. ദാനിയേൽ 3-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ നിങ്ങൾക്കറിയാം. അരകട ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ കുറിച്ച് നിങ്ങൾക്കറിയാം.
അടലക രാജാവ് ഒരു ബിംബം ഉണ്ടാക്കിയിട്ട് അതിന്റെ മേൽ നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ ഈ 3 ബാലന്മാരും നമസ്കരിക്കുവാൻ ഇടവന്നില്ല. എന്തെന്നറിയാമോ? അവർക്കൊരു ദൈവമുള്ളത് അറിയാം. അവരെ നടത്തുന്ന ഒരു ദൈവത്തെ അവർക്കറിയാം. അവരെ കരുതുന്ന ഒരു ദൈവത്തെ അറിയാം. അവരുടെ ഏത് പ്രതിസന്ധിയിലും അവരോട് കൂടെ നിന്ന ഒരു ദൈവത്തെ അറിയാം. ആ ദൈവത്തെ തള്ളിപ്പറയുവാൻ അവർ തുനിഞ്ഞില്ല. അവർ ആ കാര്യത്തിലേക്ക് ഇടപെട്ടില്ല. അപ്പോഴേ രാജാവ് പറഞ്ഞു, ഈ ബിംബത്തെ നമസ്കരിക്കാത്തവരെ ഞാൻ തീച്ചൂളക്കകത്തിടും. എന്നാൽ അപ്പോഴും ഭയപ്പെട്ടില്ലെന്ന്. എന്തെന്നറിയാമോ? ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് കൊണ്ടാ, ദൈവത്തോട് കൂടെ നടക്കുന്നുണ്ടോ, ഭയപ്പെടാതെ നിന്നു. വീണ്ടും കൈകാലുകൾ കെട്ടി ആ തീയുടെ അകത്തിട്ടെങ്കിലും അവിടെയും ഭയപ്പെട്ടില്ല. പക്ഷെ പുറത്തു നിന്നവരുണ്ടല്ലോ, കണ്ട ഒരു സംഭവമുണ്ട്. 3 പേരെ ഇട്ടെടുത്ത 4ാമനായി ഒരുത്തൻ ഇറങ്ങി നിൽക്കുന്ന സംഭവം കണ്ടവർ ആശ്ചര്യപ്പെട്ടുപോയി. അടലമനക ശകന അവരുടെ മുടിയിൽ പോലും ഒന്നുപോലും സംഭവിക്കാതെ വണ്ണം 3 ബാലന്മാരെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തോട് കൂടെ നടന്നാൽ അടലമനക ശകനകര നിന്റെ മേൽ ധൈര്യം വെളിപ്പെടും. എന്തും ചെയ്യാൻ, ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ നീ ഇറങ്ങി അസാധാരണമായ ഒരു ധൈര്യം നിന്റെ മേൽ വെളിപ്പെടും. എനിക്കൊരു സഹോദരിയെ അറിയാം. ഞങ്ങളുടെ ദേശത്തിലുള്ളത്. പ്രിയ സഹോദരി കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഹസ്ബൻഡ് ഒരു പോലീസാണ്. പ്രിയ സഹോദരിക്ക് ഒരു അസുഖം വന്നപ്പോൾ, ആമവാദം എന്ന് പറയുന്ന അസുഖം വന്നപ്പോൾ കിടക്കയിലായിപ്പോയി. കൈയെല്ലാം ഇങ്ങനത്തെ അവസ്ഥയിൽ എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. അതിൽ നിന്ന് സ്വന്തം സഹോദരങ്ങളും മാതാപിതാക്കളും പറഞ്ഞു, ഇവളെ നോക്കി പറഞ്ഞു, ഇവളൊന്ന് മരിച്ചു പോയെങ്കിൽ എന്ന് ഒരു സഹോദരൻ ചൂണ്ടി ഇവളെ നോക്കി പറഞ്ഞു. ഞാൻ കേട്ട സാക്ഷ്യമാ. ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുവാൻ ദൈവം ഇടവരുത്തിയിട്ടുണ്ട്. മരിച്ചു പോയെങ്കിൽ എന്ന് പറഞ്ഞ സന്ദർഭത്തിലൂടെ ആ പ്രിയ സഹോദരിയെ യേശു വീണ്ടെടുത്തതാ. ആ ഒരു സമയം പാഴാക്കാതെ ദൈവ സൗഖ്യത്തെ കൊടുത്തത് കൊണ്ട്. എന്നാൽ ജനിച്ച ഒരു കുഞ്ഞാണെങ്കിലോ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത കുഞ്ഞാ. എന്നാൽ ഈ കുഞ്ഞിനെ സ്വന്തം മാതാപിതാക്കളുടെ കരത്തിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് എന്നും രാവിലെ ഒരു 6 മണിയാകുമ്പോ ഇറങ്ങും. ഒരു സ്കൂട്ടി ഉണ്ട്, ഒരു കുഞ്ഞു ബോക്സ് ഉണ്ട്, ഒരു മൈക്കുണ്ട്. എല്ലാ ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ, അവിടെ ഓരോ സ്ഥലത്ത് ചെന്ന് നിന്ന് യേശുവിനെ കുറിച്ച് രാവിലെ പോകും. രാവിലെ പോയിട്ട് ഏകദേശം രാത്രിയാകുമ്പോഴാണ് മടങ്ങി വരുന്നത്. ഭയങ്കരപ്പെട്ട ഒരു ധൈര്യമാ. ഏതൊരു വ്യക്തിയെ കണ്ടാലും പിടിച്ചു നിർത്തി യേശുവിനെ കുറിച്ച് പറയും. എനിക്ക് സൗഖ്യം തന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയും. പക്ഷെ പലരും പ്രിയ സഹോദരിയെ നോക്കി പറയും, നിന്റെ കുഞ്ഞ് ഇങ്ങനെയല്ലേ. പക്ഷെ അവൾ ഇവിടെ കൂടെ കേട്ട് ഇവിടെ കൂടെ കളഞ്ഞിട്ട് എന്നെ കിടക്കയിലാക്കിയപ്പോൾ എന്നെ എഴുന്നേൽപ്പിച്ചിരുത്തിയ ഒരു ദൈവമുണ്ട്. അതെന്റെ പൈതലിന് സൗഖ്യം കൊടുക്കും. പക്ഷേ എന്റെ പൈതൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഞാൻ ഭവനത്തിൽ ഒതുങ്ങിയിരിക്കേണ്ടവളല്ല. ഞാൻ പുറത്ത് അനേകരോട് എന്നെ രക്ഷിച്ച ഒരു ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടല്ലോ, എന്റെ കുഞ്ഞിന് ദൈവം അത്ഭുതം ചെയ്യും. അടങ്ങിയിരിക്കുവാൻ അവൾ തയ്യാറല്ല. ഇന്നും ദൈവവേലയില് ഓരോ ഗ്രൂപ്പുകൾ തുടങ്ങി, ഇന്നും ദൈവത്തിന് വേണ്ടി ഓരോ സമയം ചിലവഴിച്ചുകൊണ്ട് ഇന്നുമായിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, അസാധാരണമായ ഒരു ധൈര്യം നിന്നെ വെളിപ്പെടണോ എങ്കിൽ നീ ദൈവത്തോട് കൂടെ നടക്കണം, ദൈവത്തോട് സംസാരിക്കണം, അവന്റെ ശബ്ദം കേൾക്കണം. ഒന്നാമതായി ഞാൻ പറഞ്ഞു, ദൈവത്തോട് കൂടെ നടന്നാൽ നിന്നെ അവൻ വെളിപ്പെടുത്തും. രണ്ടാമത്, ദൈവത്തോട് കൂടെ നടന്നാൽ നീ വ്യാകുലപ്പെടത്തില്ല. മൂന്നാമത് പറഞ്ഞു, ദൈവത്തോട് കൂടെ നടന്നാൽ നിന്റെ മേൽ ഒരു ധൈര്യം വെളിപ്പെടുമെന്ന്. ധൈര്യം വെളിപ്പെടണമോ? ദൈവത്തോട് കൂടെ നടക്ക. നിന്നെ വെളിപ്പെടുത്തണമോ? ദൈവത്തോട് കൂടെ നടക്ക. അടലക്ക് വ്യാകുലപ്പെടാതെ മുന്നോട്ട് പോകണമോ? ദൈവത്തോട് കൂടെ നടക്ക്. അടലമനക ശരകടലകമസി അസകരകടലമനകരീക്കബരകടലമന അടലമ തീരുമാനമെടുക്കണം. ഞാൻ ഈ 2026 ദൈവത്തോട് കൂടെ നടക്കും. എനിക്ക് കിട്ടുന്ന സമയം ഞാൻ ദൈവത്തോട് കൂടെ നടക്കും. അടലമനക ശകനകരകബടലകമന മറ്റുള്ളവരെങ്ങനെയാണോ അതൊന്നും എനിക്ക് ചിന്തിക്കാൻ സമയമില്ല. ദൈവത്തിന്റെ ചിന്തയാലും ദൈവിക കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും ദൈവത്തോട് കൂടെ നടക്കുവാനും അറകടലകമസി കബരകടലമന അടലമനകരകട ചിലരോട് വ്യക്തിപരമായി ദൈവം സംസാരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കണം. അടലമന ചിലരുടെ ഉള്ളങ്ങൾ കത്തുകയാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഓരോരുത്തരെയും അറിയാം എത്രത്തോളം ഞാൻ 2025 ദൈവത്തോട് കൂടെ നടന്ന് എന്നെയും നിന്നെയും അവൻ വിളിച്ച് വേർതിരിച്ച് എത്രയോ കോടി ജനങ്ങളുണ്ട് എങ്കിലും അതിൽ നിന്ന് നിന്നെ പറിച്ചെടുത്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവൻ നിർത്തിയെങ്കിൽ അവന് വേണ്ടി നീ സമയത്തെ കൊടുക്കണം. അവനെ കുറിച്ച് നീ അനേകരോട് പറയണം. അടലമനക ശകനകരികമസി ഉള്ളം കത്തുന്നുണ്ട്. റബാലബകന പത്രോസ് പ്രസംഗിച്ചപ്പോൾ ചിലരുടെ ഉള്ളത്തിൽ കുത്തുകൊണ്ടുവെങ്കിൽ ഇന്ന്
ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്ക. അപ്പാ എനിക്ക് ദൈവത്തോട് കൂടെ നടക്കണം. അടലമനക ശകനകരകട ദൈവവുമായിട്ട് അഗാധം ഒരു ബന്ധത്തിലേക്ക് അടലമന ഈ നാളുകളിൽ എന്നെ കഴിക്കണം. എന്റെ മേലെ ഒരു അസാധാരണമായ ദൈവശക്തി അടലകൻ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. പലരും 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 പലപ്പോഴും ചിന്തിച്ചു, എനിക്ക് ഇന്ന് 1 മണിക്കൂർ അല്ലെങ്കിൽ ഇത്രയും സമയം ദൈവത്തോട് പലപ്പോഴും പിശാച് നിങ്ങളെ അതിന് അനുവദിച്ചിട്ടില്ല. പലപ്പോഴും അനുവദിച്ചിട്ടില്ല. ഞാൻ ഉറപ്പ് പറയാം, ചില വ്യക്തികളെ നോക്കിക്കൊണ്ട് പറയാം, പലപ്പോഴും നിങ്ങളെ അനുവദിച്ചിട്ടില്ല. നിങ്ങൾ തീരുമാനം എടുത്ത് നിങ്ങൾ മുൻപോട്ട് ചിലപ്പോ 2 ദിവസം വെക്കും, 3 ദിവസം വെക്കും, 4 ദിവസം എങ്ങനെയെങ്കിലും പോകും. 5ാമത്തെ ദിവസമാകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലോ തലമുറകളോ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലോ തന്ന ശത്രു ആ പ്രാർത്ഥനയെ മുടക്കിയിട്ടുണ്ട്. അത് ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അതിനെ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഒരു അസാധാരണമായ കരം അതിന്മേൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഏൽപ്പിച്ചു കൊടുക്ക. ഞാൻ ഇന്നു മുതൽ അടലമനക ശകന 1 മാസം ഞാൻ ദൈവസന്നിധിയിൽ ശത്രു എന്തൊക്കെ ബുദ്ധിമുട്ടുകളും എന്തൊക്കെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നാലും ഞാൻ അങ്ങേ വിട്ടു പോകത്തില്ല. ഒരുത്തൻ അങ്ങേ വിട്ട് അകന്നു പോയേ, അപ്പന്റെ ഇളയ മകൻ അകന്ന് എല്ലാവരും പറയും അവൻ മുടിയനായ പുത്രൻ എന്ന്. അപ്പന്റെ അടുക്കൽ ജീവിച്ചിരുന്നപ്പോൾ അവൻ എല്ലാ സൗകര്യങ്ങളും എല്ലാ സമ്പാദ്യങ്ങളും സന്തോഷ സമാധാനം എല്ലാം അവനുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവന് സ്വന്തമായിട്ട് നിൽക്കണമെന്നൊരു ആഗ്രഹം വന്നു. അപ്പന്റെ കയ്യിൽ നിന്ന് സർവ്വതും വാങ്ങി അവൻ അവിടം വിട്ട് മടങ്ങിപ്പോയി. പക്ഷെ അവൻ അപ്പന്റെ അടുക്കൽ നിന്ന് മടങ്ങിപ്പോയ സമയം മുതൽ അവന് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വേദനകളും ബുദ്ധിമുട്ടുകളാ. പക്ഷെ അവിടെ ഇരുന്ന് അവൻ തീരുമാനമെടുക്കുന്നു, അപ്പ എന്റെ അപ്പന്റെ അടുക്കലായിരുന്നപ്പോൾ ഞാൻ എന്ത് സൗഭാഗ്യത്തോടെ ജീവിച്ചത്, എന്ത് സന്തോഷമായിരുന്നു, എന്ത് സമാധാനമായിരുന്നു. അപ്പന്റെ അടുക്കൽ നിന്ന് ഞാൻ ഇന്ന് അകലങ്ങളിലേക്ക് പോയിരിക്കുന്നു. അപ്പ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ നീ മടക്കി വരുത്തണമെന്ന് അവൻ ഇരിക്കുന്ന ഇടത്തു നിന്ന് പ്രാർത്ഥിച്ച് അവൻ നടക്കാൻ തുടങ്ങി. നടന്ന് അപ്പന്റെ അടുക്കലെത്തിയപ്പോൾ അടലമനക ശകല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ മാനസിക അപ്പന്മാർ ാണെങ്കിൽ വസ്തുവകകളൊക്കെ മുടിച്ചു കളയുമ്പോൾ അടലമനക അങ്ങനെ മുടിച്ചു കളഞ്ഞ ഒരു മകൻ വരുമ്പോൾ അവനെ ഭവനത്തിൽ കയറ്റാറില്ലെന്ന് അടലമനക ശകരകടലകന. പക്ഷേ ഇവൻ അങ്ങു നിന്നപ്പോഴോ അപ്പൻ ദൂരത്തു നിന്ന് മകനെ കണ്ടപ്പോൾ ഇവിടെ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത ഒരപ്പനെ കുറിച്ചാ പറയുന്നത്. നീ മടങ്ങി വരണം, ഇന്ന് ദൈവസന്നിധിയിൽ മടങ്ങി വരണം. അടലമന് എവിടെയൊക്കെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ദൈവഭാഗത്തിൽ നിന്ന് നിങ്ങൾ അകലം പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം പറയണം, അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ നിന്റെ അടുക്കൽ കിട്ടാൻ ഇനിയുള്ള നാളുകൾ നിന്റെ വേലയ്ക്കായി എന്നെ ഒരുക്കണമേ എന്ന് അറകടലകമസി കമന ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. റഗടലകമസി ഞാൻ 3 പോയിന്റ് പറഞ്ഞു. ദൈവത്തോട് കൂടെ നടക്കുന്നവൻ നടന്നാൽ നിന്നെ അവൻ വെളിപ്പെടുത്തും. ദൈവത്തോട് കൂടെ നടന്നാൽ നീ വ്യാകുലപ്പെടത്തില്ല. ദൈവത്തോട് കൂടെ നടന്നാൽ ധൈര്യം നിന്നെ വെളിപ്പെടും. 3ാമത് പറയുന്നു, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമെന്ന്. കേട്ടോ നിങ്ങള്? ദൈവത്തിന്റെ കൂടെ നടക്കുന്നവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. നമ്മൾ ഇന്ന് ഒരു പ്രവാചകിയോ ഒരു പ്രവാചകനോ ആണ് വരുന്നത് അറിഞ്ഞാൽ നമ്മൾ അവരുടെ ഫോൺ നമ്പർ വാങ്ങി അവരെ ഒന്ന് വിളിക്കും. എന്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഒന്ന് പറഞ്ഞു തരാമോ? ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ പുറത്തു വരേണ്ടത്, ഒന്ന് പറഞ്ഞു തരാമോ? പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടോ, പ്രവാചകനോട് നിങ്ങൾ ചോദിക്കാം, പ്രവാചകയോട് നിങ്ങൾ ചോദിക്കാം. റഗടൽ അവരും ദൈവത്തോട് കൂടെ നടക്കുന്നത് കൊണ്ടാ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നുവെങ്കിൽ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ കൂടെ ഇരുന്നാൽ ദൈവത്തിന്റെ ശബ്ദം നിങ്ങളും കേൾക്കത്തില്ലയോ? ജീസസ്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നീ ദൈവത്തോട് കൂടെ നടക്കണം, ദൈവത്തിന്റെ സന്നിധി ഇരിക്കണം, അവനോട് സംസാരിക്കണം. നീ സംസാരിച്ച് കഴിഞ്ഞിട്ട് നീ കുറച്ചു നേരം മൗനമായിട്ട് അവന്റെ സന്നിധി ഇരിക്കണം. അപ്പോൾ നിനക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കും. ജീസസ്, ആരൊക്കെ ഹല്ലേലൂയ പറയുന്നു, ആരൊക്കെ അതിന് സ്തോത്രം പറയുന്നു? അടലമനക ശകന ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കും. ഒരുത്തൻ ശബ്ദം കേട്ടത് കൊണ്ടാ പെട്ടകം പണിയാൻ ഇറങ്ങി പുറപ്പെടുത്തത്. മഴ എന്താണെന്ന് അന്നുവരെ അവൻ കണ്ടിട്ടില്ല. ആ ദേശത്ത് എന്ത് സംഭവിക്കുമെന്നും അന്നുവരെ. പക്ഷേ ദൈവത്തിന്റെ ശബ്ദം അവൻ കേട്ടു. നീ ഒരു പെട്ടകം പണിയാൻ തുടങ്ങ്, അതിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങ് എന്ന് പറഞ്ഞു തുടങ്ങിയവൻ അവൻ അനുസരിച്ച്
അനുസരിച്ചു. 36-13 മുതൽ അത് പറഞ്ഞിരിക്കുന്ന വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നതാ. അവൻ ആ പറഞ്ഞത് മുതൽ, അവന്റെ ശബ്ദം കേട്ടത് മുതൽ അവൻ വിശ്വസിച്ചു, അനുസരിച്ചു വന്ന ആ വേദഭാഗങ്ങളിൽ പറയുന്നുണ്ട്. പ്രിയത മക്കളെ, അടലമന നമ്മളോട് ഒരു പെട്ടകം പണിയാനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാനാണ് ദൈവം പറയുന്നെങ്കിൽ നമ്മൾ തിരിച്ചു കുറെ കാര്യം പറയും. എന്റെ സാഹചര്യം എങ്ങനെയാ, എനിക്ക് ഇങ്ങനെ പോകും. ഞാൻ ഒരു സഹോദരിയോട് പറഞ്ഞു, സിസ്റ്റർ ഈ 2026 ദൈവത്തിന് വേണ്ടി സമയം മാറ്റി വെച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴെന്നോട് പറയാ, ഏത് നേരം ജോലിയാ സിസ്റ്റർ, ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കാൻ എനിക്ക് സമയമില്ല. രാവിലെ മുതൽ രാത്രി വരെ ജോലിയാ. സ്ത്രീകൾ പറയുന്നതാ, രാവിലെ മുതൽ രാത്രി വരെ ജോലിയാ. അടലമനക ഞാനും ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ ജോലി? അടലമനക റിക്കബടലകമസി 1 മണിക്കൂറാ, 2 മണിക്കൂറാ, അല്ലെങ്കിൽ 2.5 മണിക്കൂറാ, 24 മണിക്കൂറില് 3 മണിക്കൂർ നിങ്ങൾ പോട്ടെ. അറകടലകസി 21 മണിക്കൂർ നിങ്ങളുടെ മുമ്പിലുണ്ട്. ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കാൻ സമയമില്ലെന്ന് പറയുന്നവരാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കത്തില്ല. ഒരു ആശുപത്രിയിൽ കിടന്ന പ്രിയ മക്കളെ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ചർച്ചിൽ ഒരു സിസ്റ്റർ ഉണ്ട്. ഹസ്ബൻഡിന് വല്ലാത്തൊരു അസുഖം. ഇവിടെ ഇടുക്കി ജില്ലയിലെ ആശുപത്രികളിലെല്ലാം കാണിച്ചപ്പോൾ എലിപ്പനി എന്ന് പറഞ്ഞു, മറ്റെല്ലാം ഓരോ രോഗങ്ങൾ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇടുക്കി ജില്ലയിലെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പോൾ അവര് പറഞ്ഞു, പെട്ടെന്ന് നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവയ്ക്കോ, മഞ്ഞപ്പിത്തം കൂടി നിൽക്കുന്നു എല്ലാം പറഞ്ഞു. കരളിൽ ബാധിച്ചു, വൃക്കയിൽ ബാധിച്ചു എന്നെല്ലാം പറഞ്ഞു. എന്നാൽ ഈ പ്രിയ സഹോദരി ഹൈന്ദവ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നു. പ്രിയ സഹോദരിയും കുടുംബം മാത്രമാണ് ദൈവഭാഗത്തിൽ വന്ന് അവരുടെ അമ്മ സഹോദരങ്ങളെല്ലാം ഇന്നും ഹൈന്ദവ പാരമ്പര്യത്തില. അവരെല്ലാവരും ഇവർക്കെതിരെ കൈ ചൂണ്ടാൻ തുടങ്ങി. നീ കാരണമാണ് അവൻ അസുഖം വന്നത്, നീ ഈ ദൈവത്തെ, ഞങ്ങളുടെ ദൈവത്തെ വിട്ടിട്ട് പോയത് കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ വരാൻ കാരണമെന്ന് പറഞ്ഞു. പ്രിയ സഹോദരി ഭയങ്കരമായിട്ട്. എന്നാൽ ഈ സഹോദരൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയ ദിവസം മുതൽ ഈ സഹോദരിയുടെ ബന്ധുക്കളോ സഹോദരങ്ങളോ മാതാപിതാക്കളോ ആരും സഹകരിക്കാൻ വന്നില്ല. ഞങ്ങളുടെ സഭയിലെ കുടുംബങ്ങളെല്ലാം സഹോദരിക്ക് വേണ്ടി അത്രയധികം പ്രാർത്ഥനയിലും അതിലെല്ലാമായിരുന്നു. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് അവര് പറഞ്ഞു, കിഡ്നിയിലെ ബാധിച്ചത് കൊണ്ട് ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഡയാലിസിസിന് വേണ്ടി റൂമിനകത്ത് കയറ്റി എല്ലാ കാര്യങ്ങളും സജ്ജീകരണം എല്ലാം ചെയ്തു. അപ്പോഴ് ഡോക്ടറിന് ആഹാരം കഴിക്കേണ്ട സമയമായി. അരമണിക്കൂർ ഞങ്ങൾ ഇതാ വരുന്നു, വന്നിടാൻ ഡയാലിസിസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ ഡോക്ടർ പുറത്തു പോയി. അപ്പോൾ ഈ സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഇതുപോലെ ഡയാലിസിസ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു അകത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോഴ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഒരിക്കൽ കൂടെ എടുത്ത് ചോദിക്കുക, ഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞത് ഉറപ്പാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പ്രിയ സഹോദരനോട് ഇങ്ങനെ ചോദിച്ചപ്പോ പ്രിയ സഹോദരി, എന്താ സിസ്റ്റർ അങ്ങനെ ചോദിച്ചത്? അതല്ല, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു അങ്ങനെ ചോദിക്കാം. എന്നിട്ട് പ്രിയ സഹോദരിക്ക് ഒരു പേടിയായി. ആ ഫോൺ കോൾ കട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പെട്ടെന്ന് എനിക്ക് ഒരു വോയിസ് മെസ്സേജ് വരുന്നു. സിസ്റ്ററെ, ഡോക്ടർ പറഞ്ഞു അരമണിക്കൂർ ചോറ് കഴിച്ചിട്ട് വന്നു. ഡോക്ടർ പറഞ്ഞു മൂത്രമെല്ലാം നന്നായിട്ട് പോകുന്നു, ഡയാലിസിസ് വേണ്ട എന്ന്. ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തതാ. ആ അരമണിക്കൂർ കൊണ്ട് ദൈവത്തിന്റെ കരം ആ റൂമിനകത്ത് ഇറങ്ങിയെന്ന്. ദൈവത്തിന്റെ, ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എനിക്കും എന്റെ പാസ്റ്റിനും താല്പര്യമില്ലായിരുന്നു. ഡയാലിസിസ് ചെയ്താൽ ദിവസവും അത് ചെയ്തുകൊണ്ടിരിക്കണം, ആ ശരീരത്തിൽ അങ്ങനെ വേണ്ട എന്ന് ഞങ്ങൾ രണ്ടും ഇവിടേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, അടാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എന്നെ വിളിച്ചതല്ല, വോയിസ് ഇട്ടപ്പോ ഞാനും എന്റെ ഹസ്ബൻഡും ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. കരയണമോ ചിരിക്കണമോ? ദൈവം അരമണിക്കൂർ ഡോക്ടർമാർക്ക് കഴിക്കാനായി ഒരു അവസരം കൊടുത്ത ആ അരമണിക്കൂർ കൊണ്ട് ആ കിഡ്നിയിന്മേൽ അത്ഭുതം പ്രവർത്തിച്ച ഒരു ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുന്നത്. ദൈവത്തിന് ഒരു മിനിറ്റ് മതി, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മതി. അരമണിക്കൂർ കൊണ്ട് ആ പ്രിയ സഹോദരന്റെ ശരീരത്തിന്മേൽ, ആ കിഡ്നിയിന്മേൽ ഒരു ദൈവശക്തി ചലിച്ച് ഇവിടെ ചെയ്ത സജ്ജീകരണങ്ങളെല്ലാം മാറ്റി പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ നിന്റെ ദൈവമാണ് വലിയവനെന്ന് അന്നു മുതൽ അറകടല ആ പ്രിയ സഹോദരിയുടെ മേൽ അസാധാരണമായ ഒരു ധൈര്യം വെളിപ്പെടാൻ തുടങ്ങി. മുൻപുള്ള ഞങ്ങള് ഇവിടെ ചാർജ് എടുത്ത സമയങ്ങളിൽ സഹോദരിയുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞു അത് അമ്മയുണ്ട്, അല്ലെങ്കിൽ അവർ വഴക്ക് പറയുമെന്നാൽ. പക്ഷെ ഈ ഒരു അവസ്ഥ കഴിഞ്ഞതിന് ശേഷം പ്രിയ സഹോദരിയുടെ മേൽ അസാധാരണമായ ഒരു ധൈര്യം വെളിപ്പെടാൻ തുടങ്ങി. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വരട്ടെ എന്ന് ചോദിച്ചാൽ സിസ്റ്റർ അമ്മയുണ്ടല്ലോ എന്താകുമെന്ന് ചോദിച്ചാൽ പറയും, അമ്മ അവിടെ നിൽക്കട്ടെ, ഞാൻ ആരെയും നോക്കുന്നില്ല, എന്റെ ദൈവത്തെ നോക്കുക. എന്റെ ഹസ്ബൻഡിന് വേണ്ടി അത്ഭുതം ചെയ്ത ആ ദൈവത്തെ ഞാൻ നോക്കിയ നിങ്ങൾ വന്ന് ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക എന്ന് പറയുവാൻ ആ പ്രിയ സഹോദരി ഒരുക്കി തുടങ്ങി. ചില പദ്ധതികൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ അടലമന നീ ദൈവത്തോട് കൂടെയായിരിക്കണം. ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും നീയും ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം നീ അത് തിരിച്ചറിഞ്ഞ് പുറത്തു വരണം.
തിരിച്ചറിയണം. നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ജീസസ്, ഏലിയാവിന് വേണ്ടി വെളിപ്പെട്ട ഒരു ദൈവം ഉണ്ടെന്ന്. അടലമന, നിന്റെ വ്യാകുല സമയത്തും അറകട നീ കടന്ന് പ്രതികൂലത്തിൽ നിലവിളിക്കുന്ന സമയത്ത് അടലമനക ശകരകട നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. അടലമനക ശകനകരകട, ദൈവത്തിന്റെ ശബ്ദം ഇന്നു മുതൽ നീ കേൾക്കണം. അപ്പ എന്നെ കുറിച്ച് നീ സംസാരിക്കണം. റൂമിനകത്ത് കയറിയിരുന്ന് ദൈവത്തോട് ചോദിക്കണം, എന്റെ തലമുറയുടെ പദ്ധതി എന്താ? എന്റെ കുടുംബ ജീവിതത്തിൽ നീ ഇടപെടണം. എന്റെ ശുശ്രൂഷ എന്താണെന്ന് നീ ഇന്ന് പകൽക്കാലം എനിക്ക് പുറത്ത് എനിക്കത് കേൾപ്പിക്കണം. പലരും പറയുന്നതിനേക്കാൾ ദൈവം നിന്നോട് സംസാരിച്ചാൽ അത് ഉറപ്പായിട്ട്. ദൈവങ്ങളെ, പല പ്രവാചകന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശുശ്രൂഷയുണ്ട നിന്റെ പോസ്റ്റർ ഫ്ലക്സുകളിൽ വരും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ ഉപരി ഒരു ആരാധനക്ക് ഞാൻ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് വ്യക്തമായി എഴുതി കാണിച്ചുകൊണ്ടിരിക്കും ആ പ്രവചനങ്ങളാ ഈ നാളുകൾ നിവർത്തീകരിക്കുന്നത്. ഞാൻ എപ്പോഴും ദൈവത്തോട് പറയും, പല പ്രവാചകന്മാരും പ്രവാചകിമാരും പറയുന്നതിനേക്കാൾ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് പുറത്തു വരിക എന്നാ ഞാൻ ദൈവത്തോട് പറയുന്നത്. അത് പുറത്തു വരും. നിന്നോട് ചിലത് ദൈവം സംസാരിക്കും. നീ മാറ്റിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിന്നോട് അവൻ വെളിപ്പെടുത്തും. നിന്നെ അവൻ വെളിപ്പെടുത്തും. ഇതുവരെ ശുശ്രൂഷ പുറത്തു വന്നില്ലേ? പക്ഷെ ഇന്നു മുതൽ തീരുമാനമെടുത്ത് ഇരിക്ക് ദൈവസന്നിധിയിൽ. സമയം മാറ്റി ഇരുന്ന് ഉപവസിക്കാനാണെങ്കിൽ ഉപവസിക്കുക. ദൈവത്തോട് കൂടെ ഇരിക്കാൻ തുടങ്ങുക. എങ്കിൽ നിന്നെ വെളിപ്പെടുത്തിയിരിക്കും. നിന്റെ എല്ലാ കാര്യത്തിലും അവ ഇടപെടാൻ തുടങ്ങുമെന്ന്. നിനക്ക് ഒന്നിനും അവൻ കുറവ് വരുത്തത്തില്ല. ഞാൻ നാലാമതായി പറഞ്ഞു, ദൈവത്തോട് കൂടെ നടക്കുന്നവൻ അവന്റെ ശബ്ദം കേൾക്കും. നിങ്ങളെ മറന്നു പോകല്ലോ. ഒന്നാമത് ഞാൻ പറഞ്ഞു, അവൻ നിന്നെ വെളിപ്പെടുത്തും. ദൈവത്തോട് കൂടെ നടന്നാൽ അവൻ നിന്നെ വെളിപ്പെടുത്തും. രണ്ടാമത്, ദൈവത്തോട് കൂടെ നടന്നാൽ നീ വ്യാകുലപ്പെടത്തില്ല. മൂന്നാമത്, ദൈവത്തോട് കൂടെ നടന്നാൽ നിനക്ക് ധൈര്യം വെളിപ്പെടും. നാലാമത്, ദൈവത്തോട് കൂടെ നടന്നാൽ നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. അടലമനക സെഗരകടലമന. ദൈവത്തോട് കൂടെ നടക്കാനേ കുടുംബ ജീവിതം ഒരു തടസ്സമല്ല. അടലമനക ശകന അടലമന ഏകദേശ ഹാനോക്കിനെ കുറിച്ച് 35 21 22 വേദഭാഗങ്ങൾ പറയുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നവനെന്ന്. അത് നടന്നത് എത്ര വർഷമെന്നറിയാമോ? 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. ആ പുള്ളിക്കാരൻ ജീവിച്ചിരുന്നത് 365 സംവത്സരം ജീവിച്ചിരുന്നു. അടലമ, ഇതിനിടയിലെ കല്യാണം കഴിഞ്ഞു, കുഞ്ഞുണ്ടായി. ആ ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യന്റെ മകനാണ് ഏറ്റവും കൂടുതൽ ആയുസ് ദൈവം കൊടുത്തതെന്ന്. അപ്പോഴും നിന്റെ ശുശ്രൂഷയ്ക്കോ നിന്റെ ദൈവിക കാര്യങ്ങളോ കുടുംബ ജീവിതം ഒരു തടസ്സമല്ല. അത് നീ പ്രാർത്ഥിക്കണം ദൈവത്തോട്. എന്റെ കുടുംബ ജീവിതത്തെ എന്നോട് കൂടെ കോർത്തിണക്കി കൊണ്ടുവരണം. എന്റെ പ്രാർത്ഥനയ്ക്കോ എന്റെ ദൈവിക ശുശ്രൂഷയ്ക്കോ എന്റെ കുടുംബ ജീവിതമോ എന്റെ തലമുറകളോ ഒരു എതിരായി മാറരുത്. അവരെ ഞാൻ ദൈവകരങ്ങളിൽ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നുവെന്ന്. അടലമന, ഇന്നൊരു പകൽക്കാലം എന്റെ ദൈവിക ശുശ്രൂഷയ്ക്ക് കുടുംബ ജീവിതം ഒരു തടസ്സമല്ല. കുടുംബ ജീവിതം കൊണ്ട ഒരു മനുഷ്യൻ 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് 1 മണിക്കൂറോ 10 മിനിറ്റോ ദൈവത്തോട് കൂടെ നടക്കാൻ സമയമില്ല. ഒരു മനുഷ്യൻ 300 വർഷമൊക്കെ ദൈവത്തോട് കൂടെ നടക്കുന്നു എന്ന് പറയുന്നതൊന്ന് ആലോചിച്ച് നോക്ക്. അതൊരു അത്ഭുതമാ. അടലമനക ശകന 969 വയസ്സ് വരെ മകൻ ആയുസ് കൊടുത്തെന്ന് ദൈവത്തോട് കൂടെ നടന്ന ഒരു വ്യക്തിയുടെ മകന് 969 അറകട ലഹമസി. അവനാ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത്. ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളതാ ദൈവത്തോട് കൂടെ നടന്ന ഒരുത്തന്റെ മകനാ. കുടുംബ ജീവിതം ഒരു തടസ്സമല്ല. നീ ആദ്യം ദൈവത്തിന്റെ കൂടെ നടക്ക്. നിന്റെ തലമുറകള് പതുക്കെ നിന്റെ പിറകേന് വന്ന്, ഞാൻ പറയാറുണ്ട്, നീ പ്രാർത്ഥിച്ചു തുടങ്ങ്, നീ ആരാധിച്ചു തുടങ്ങ്, നീ ദൈവത്തോട് കൂടെ ഇരുന്ന് തുടങ്ങ്. നിന്റെ തലമുറകളെ അവൻ പണിതുകൊണ്ടിരിക്കും. അടലമനക ശകരകട ലഹമസി. നീ ആദ്യം ചെയ്യേണ്ടത് ചെയ്തു തുടങ്ങ്. അല്ലാതെ നീ ചെയ്യാതിരുന്നിട്ട് അപ്പ എന്റെ തലമുറയെ കൊണ്ടുവരണം എന്ന് പറയുന്നതിനേക്കാൾ നീ ചെയ്തു തുടങ്ങുമ്പോൾ തലമുറ അറിയാതെ നിന്റെ പുറകേന് വന്നു. അത് ഉറപ്പാ, പുറകേന് വന്നുകൊള്ളും. അവര് നിന്റെ വേലയ്ക്കായി ഒരുക്കപ്പെടും. അവര് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അവര് വചനം വായിക്കാൻ തുടങ്ങും. അവര് ദൈവത്തോട് കൂടെ നടക്കാം. നിനക്ക് ദൈവം തന്നിട്ടുള്ള ശുശ്രൂഷയിലേക്ക് ഇന്ന് പകൽക്കാലം നീ കയറിയാൽ ദൈവം നിന്റെ തലമുറകളെ, നിന്റെ കുടുംബ ജീവിതത്തെ, നിന്റെ ദേശത്തെ, നിന്റെ ബന്ധുക്കളെ, നിന്റെ ചാർച്ചക്കാരെ, നീ താമസിക്കുന്ന പട്ടണത്തെ നിന്റെ പുറകേന് കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണെന്നേ. അങ്ങനെ ഒരു ദൈവശക്തി ചലിക്കട്ടെ.
ഓരോരുത്തരുടെ മേലും അടലമന ഇനി ആരും കുടുംബജീവിതം ഒരു തടസ്സം, തലമുറ ഒരു തടസ്സം, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എന്റെ തലമുറ ഒരു തടസ്സം, എന്റെ തലമുറ ദൈവഭാഗത്ത് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, ദൈവത്തോട് കൂടെ നടക്കാൻ ശ്രമിക്കുക, ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കാൻ ശ്രമിക്കുക, അവനുമായി ആഴമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. എങ്കിൽ നിന്റെ കുടുംബ ജീവിതത്തെ, നിന്റെ തലമുറകളെ ദൈവം പണിയപ്പെടാൻ തുടങ്ങും. ഞാൻ 300 വർഷമെന്നൊന്നും പറയുന്നില്ല. നിനക്ക് കിട്ടുന്ന സമയം ദൈവത്തിന് വേണ്ടി നീ കൊടുക്ക. ഇത്ര സമയമാണ് എനിക്ക് ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കാൻ പറ്റുന്നത്, അത്ര സമയവും നീ ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കാൻ ശ്രമിക്ക. എങ്കിൽ തലമുറകളെ ദൈവം അനുഗ്രഹിക്കപ്പെടും, ആയുസ്സിനെ നീട്ടിക്കൊടുക്കുമെന്ന്. അടലമനക ശകനകരകട അടലമന ദൈവത്തോട് കൂടെ നടന്നാൽ ദൈവത്തിന്റെ ജ്ഞാനം നിനക്കുണ്ടാകും. ദൈവത്തോട് കൂടെ നടന്നാൽ ദൈവത്തിന്റെ ജ്ഞാനം. അതുകൊണ്ടാ പറയുന്ന ഇവര് പഠിപ്പില്ലാത്തവരാ, സാമാന്യ ജനമാ എന്ന് പറഞ്ഞിട്ടും യേശുവിനോട് കൂടെ ഇരുന്നത് കൊണ്ടാ അവർക്ക് പഠിപ്പ് വന്നത്. അവർ സാമാന്യ ജനം, അസാധാരണമായ മനുഷ്യനായി മാറിയത്. പത്രോസും യോഹന്നാനും അസാധാരണമായ മനുഷ്യരായി മാറിയത് എന്തുകൊണ്ട്? യേശുവിനോട് കൂടെ ഇരുന്നത് കൊണ്ട്. അവൻ പറഞ്ഞുടൻ ഇരുന്ന ഒരുത്തൻ നടന്നും തുള്ളിയും എഴുന്നേറ്റു നിന്നുവെങ്കിൽ അവന്റെ മേൽ അസാധാരണമായ ഒരു ദൈവശക്തി ചലിച്ചെന്ന്, ദൈവിക ജ്ഞാനം വെളിപ്പെടും. അതുകൊണ്ട് 1 കൊരിന്ത്യർ 1-26 മുതൽ അതിന്റെ 29 വരെ ഉള്ള വേദവാക്യത്തിൽ ജ്ഞാനികളെ രചിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്വമായതിനെ തിരഞ്ഞെടുപ്പു. അടലമനക നിന്നെക്കാൾ ജ്ഞാനമുള്ളവർ കാണാം, നിന്നെക്കാൾ ബലമുള്ളവർ കാണാം, നിന്നെക്കാൾ ജാതിയിൽ വലിയവനായി നിൽക്കുന്നത് കാണാം. പക്ഷെ അതിന്റെ ഇടയിൽ നിന്ന് ദൈവത്തിന്റെ ജ്ഞാനത്തെ പകർന്ന്, ദൈവത്തിന്റെ ശക്തിയെ പകർന്ന് അടലമനക ശകനകരകട ആ ബുദ്ധിയിൽ മേൽ കാരം വെച്ച് പറ, ദൈവിക ജ്ഞാനം എന്റെ ബുദ്ധിയിൽ മേൽ വെളിപ്പെട്ട് വരട്ടെ. ചിലരുടെ മധ്യത്തിലെ അടലകട ചിലരൊക്കെ വിളിച്ച് എന്നോട് ചില സംശയങ്ങളൊക്കെ ചോദിക്കും. അപ്പ കാര്യം ഞാൻ ഹൈന്ദവ പാരമ്പര്യത്തിൽ നിന്ന് ജനിച്ചു വളർന്നത് കൊണ്ട് എനിക്ക് ഈ വചനങ്ങളെ കുറിച്ചോ ഇതിനെക്കുറിച്ചോ ഭയങ്കര ഒരു വെളിപ്പാടോ ഞാനോ ഒന്ന് ചില സഹോദരിമാര് വിളിച്ചിട്ട് ചോദിക്കും, ഇതിന് ഞാൻ എന്താ ചെയ്യേണ്ട? ആ സമയം 1 മിനിറ്റ് ഞാൻ അപ്പനോട് പറയും, അപ്പാ ഞാൻ ഇവരോട് എന്താ മറുപടി പറയേണ്ടത്? ഉടനെ സ്പോട്ടിൽ പറയേണ്ട കാര്യങ്ങൾ പടിപടിയായിട്ട് എനിക്ക് പിന്നെ പറഞ്ഞു തീരാത്ത നിലവാരത്തിൽ ദൈവം ഒരു ജ്ഞാനത്തെ ആ സമയം എന്റെ ശരീരത്തിൽ പകരപ്പെടുന്നത് എനിക്ക് തന്നെ വെളിപ്പെടുവാൻ ഇട വന്നിട്ടുണ്ട്. ദൈവിക ജ്ഞാനം അടലമനക ശകനകര. ചില ശത്രുവിന്റെ മുമ്പിൽ നിനക്ക് ജയിക്കണമെങ്കിൽ അടല ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായി ഇതിനെ തിരഞ്ഞെടുത്തുവെങ്കിൽ, ബലഹീനമായ നിന്നെ തിരഞ്ഞെടുത്തത് ചില ബലമുള്ളതിന്റെ മധ്യത്തിൽ ചെന്നതെന്ന് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ വേണ്ടിയാ. ചിലര് വന്ന് നിന്നോട് പറയും, ഞാൻ സമ്പത്തുള്ളവനാ, ഞാൻ നല്ല ജ്ഞാനത്തിൽ നിൽക്കുന്നവനാ എന്നെല്ലാം പറയും. ആ സമയം അടകടലക നിങ്ങൾ പറയും, അയ്യോ ഞാൻ പഠിപ്പില്ലാത്ത ഇവരോട് എന്ന് പറയും. അപ്പോഴും നീ ദൈവത്തോട് ചോദിക്കണം, അപ്പാ എന്റെ മേൽ ഒരു ജ്ഞാനം വെളിപ്പെടണം. ഈ സമയം ഞാൻ ഈ വ്യക്തിയോട് എന്താ പറയേണ്ടത്? എന്റെ മേൽ ഒരു ബലം വെളിപ്പെടണം. ഈ സമയം ഞാൻ ഇവരോട് എന്താ പറയേണ്ടത് എന്ന് നീ പ്രാർത്ഥിച്ചാൽ ആ സമയം നിന്റെ മേൽ അസാധാരണ ഒരു ദൈവിക ജ്ഞാനത്തെ അവൻ പകർന്നു തരും. പ്രിയമക്കളെ, ഇതെല്ലാം ഒരു വചനം തരുമ്പോൾ ദൈവസന്നിധിയിൽ കണ്ണടച്ചിരിക്കുമ്പോൾ ദൈവം ഓരോ വ്യക്തികളെ ഇങ്ങനെ കാണിച്ചു തരും. ഓരോ വചനഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്ന് നോക്ക്, അവിടെ നോക്ക്. ആരെയും കോപ്പിയടിയല്ല, ആരെയും ഒന്നുമല്ല. ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവം തരുന്നതായി പറയുന്നത് അത് ചിലരെ തൊടും. എനിക്ക് ഉറപ്പാ, അത് ചില വ്യക്തികളെ തൊടും. തൊട്ടിട്ടേ പുറത്തു കൊണ്ടുവരൂ. നിനക്ക് ജ്ഞാനമില്ല എന്ന് നീ പറയുന്നു, നീ ഒരു സാധാരണ വ്യക്തിയാണെന്ന് പറയുന്നു, നിനക്ക് കഴിവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം പറ, അപ്പ നിന്റെ ജ്ഞാനം എനിക്ക് വേണം, നിന്റെ കഴിവ് എനിക്ക് വേണം. ചിലരുടെ മധ്യത്തിൽ ഞാൻ വീണു പോയിട്ടുണ്ട്, ഒന്നും മറുപടി പറയുവാൻ കഴിയാതെ ഞാൻ വാ പൂട്ടി നിന്നിട്ടുണ്ട്. അപ്പ ഇന്ന് പകൽക്കാലം എന്റെ വായിൽ നീ തൊടണം. അടലമന എനിക്ക് ജ്ഞാനത്തെ തരണം, അസാധാരണ ഒരു ദൈവിക ജ്ഞാനത്തെ എന്റെ മേൽ പകരണം. ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യം ചലിക്കുന്നുണ്ട്. ചിലര് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ എനിക്ക് കഴിവില്ലാത്തവനാണ്, ഞാൻ ബുദ്ധിയില്ലാത്തവനാണ്, എനിക്ക് ഈ ബൈബിളിനെ കുറിച്ച് ഒരു ജ്ഞാനവും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ചില വ്യക്തികൾ ഇതിനകത്ത് ഉണ്ട്. അവരെ ഇന്ന് പകൽക്കാലം ദൈവം തൊടുകയാ. നിങ്ങളുടെ മേൽ അസാധാരണ ഒരു ദൈവത്തിന്റെ ജ്ഞാനം ഇന്ന് പകൽക്കാലം തൊടുന്നുണ്ട്. നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അപ്പ എന്റെ മേൽ ഒരു അസാധാരണമായ ദൈവിക ജ്ഞാനം വെളിപ്പെടണം, എന്റെ കുടുംബത്തിൽ വെളിപ്പെടണം,
എന്റെ തലമുറകളിൽ മേൽ വെളിപ്പെടണം. നിങ്ങളുടെ തലമുറകൾ പഠനത്തിൽ പുറകോട്ടാണോ? ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവർക്കൊരു ദൈവിക ജ്ഞാനം പകരപ്പെടുവാൻ. എത്ര പഠിച്ചിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ലേ? നീ ദൈവത്തോട് പറ. അവനൊരു പഠിക്കാനുള്ള കൃപ കൊടുക്കണം, ഒരു ജ്ഞാനത്തെ കൊടുക്കണം. നീ ദൈവത്തോട് പറ. അടലമനക ശകനക നിനക്ക് വചനത്തെ കുറിച്ചൊരു വെളിപ്പാടില്ലേ? നീ ദൈവത്തോട് പറ. ഈ വചനത്തെ എനിക്ക് നുറുക്കി അനുഗ്രഹിച്ചു തരണമേ എന്ന് നീ ദൈവത്തോട് പറ. നിന്റെ മേലെ അസാധാരണമായ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇറങ്ങി ചലിക്കുന്നുണ്ട് പ്രിയ ദൈവമക്കളെ. അടലമനക ശകനകരകട നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക. അപ്പാ ഞാൻ ഇന്ന് കേട്ടു, ദൈവത്തോട് കൂടെ നടന്നാൽ എന്നെ വെളിപ്പെടുത്തും. ദൈവത്തോട് കൂടെ നടന്നാൽ ഞാൻ വ്യാകുലപ്പെടത്തില്ല. അടലകമന ദൈവത്തോട് കൂടെ നടന്നാൽ എനിക്ക് ധൈര്യം വെളിപ്പെടും. ദൈവത്തോട് കൂടെ നടന്നാൽ അവന്റെ ശബ്ദം ഞാൻ കേൾക്കും. ദൈവത്തോട് കൂടെ നടക്കാൻ കുടുംബജീവിതം ഒരു തടസ്സമില്ലെന്ന് ഞാൻ കേട്ടു. മൂന്നാമത് ദൈവത്തോട് കൂടെ നടന്നാൽ ദൈവത്തിന്റെ ജ്ഞാനം എന്നിൽ വെളിപ്പെടുമെന്ന് ഞാൻ ഇന്ന് പകൽക്കാലം കേട്ടു. അപ്പാ എന്നെ അതിനായി ഒരുക്കപ്പെടണം. അടലമനക ഞാൻ എന്നെ തന്നെ ദൈവപാദങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. എന്റെ മേൽ ഒരു ദൈവിക ജ്ഞാനം വെളിപ്പെടണം. അവിടെ ധൈര്യം വെളിപ്പെടണം. എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം. നീ എന്നെ വെളിപ്പെടണം. അതിനായി നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ പ്രിയ മക്കളെ. അടുത്ത ദിവസം ഇതിനേക്കാൾ ഇരട്ടി ശക്തിയോടെ നിങ്ങൾ പുറത്തു വരണം. ദിനവും യേശുവിന്റെ കൂടെയാണെങ്കിൽ നീ മറ്റുള്ളവനോട് നിന്നോട് അവൻ ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ വെറുതെ വന്ന് സൂമിൽ ഇരുന്നിട്ട് പോകുന്നവരാണോ? അതോ നിങ്ങൾ ദിനവും യേശുവിന്റെ കൂടെയാണ്? അതിന് പറയാൻ ശക്തിയോട് പറയണം, ഞാൻ യേശുവിന്റെ കൂടെയാ. നീ പറഞ്ഞില്ലെങ്കിലും നിന്റെ വാക്കുകളിലൂടെ അവർ അറിയപ്പെടണം, നിന്നെ തിരിച്ചറിയണം. അവർ പറയണം, നീ ബുദ്ധിയില്ലാത്തവനായി കിടന്നവനല്ലേ? നിന്റെ മേലെ ഒരു ദൈവിക ജ്ഞാനം വെളിപ്പെടുന്നുവെങ്കിൽ നിന്റെ മേലെ യേശു ഉണ്ടെന്ന്, നീ യേശുവിന്റെ കൂടെയാണെന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഗ്രൂപ്പിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത നാളുകളിൽ ഇരട്ടിയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ദേവദാസി. കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം.